നമ്മൾ മനസ്സിനെ എപ്പോഴും ഗ്രസിക്കുന്ന ഒരു വിഷയമാണ് സമ്പത്ത്. പക്ഷെ നാം ആരും സംസാരിക്കാൻ ഇഷ്ടപ്പെടാത്തൊരു വിഷയമാണ് സമ്പത്ത്. ഇതാണ് അതിൻ്റെ പാരഡോക്സ്, ഒരു വൈരുദ്ധ്യം എന്ന് പറയുന്നത്. പക്ഷേ നാം പുതിയ നിയമം പഠിച്ചു കഴിഞ്ഞാൽ കർത്താവ് ഏറ്റവും അധികം പരാമർശിച്ചിട്ടുള്ള വിഷയം ദൈവരാജ്യം അഥവാ സ്വർഗരാജ്യം എന്ന വിഷയത്തെക്കുറിച്ചാണ്. ഏറ്റവും കൂടുതൽ കർത്താവ് പരാമർശിച്ചിട്ടുള്ള വിഷയം ദൈവരാജ്യത്തെക്കുറിച്ചാണ്. കൂടുതൽ ഉപമകൾ, കർത്താവിൻ്റെ പ്രസ്താവനകൾ, ഇതെല്ലാം ദൈവരാജ്യത്തെക്കുറിച്ചാണ്. ദൈവരാജ്യം എന്നുള്ള വിഷയം കഴിഞ്ഞ് രണ്ടാമത് കർത്താവ് ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ള വിഷയം സമ്പത്തിനെ കുറിച്ചാണ്. അതാണ് പുതിയ നിയമത്തിൽ കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയിൽ ദൈവരാജ്യം കഴിഞ്ഞാൽ ഏറ്റവും അധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ് സമ്പത്ത്, പണം, ധനം. എങ്ങനെ അതിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ചാണ് കർത്താവ് പറയുന്നത്. നമ്മുടെ ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും പെന്തക്കോസ്തുകാരാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏത് കാരായാലും ക്രൈസ്തവ സഭയുടെ ചരിത്രത്തിൽ നാം ഈ സമ്പത്ത് എന്നുള്ള വിഷയം സാധാരണ പ്രസംഗ വിഷയമാക്കാറില്ല. രോഗം ഉണ്ട്, പക്ഷെ പാപത്തെക്കുറിച്ച് പറയാറുണ്ട്. സമ്പത്തിനെക്കുറിച്ച് പ്രസംഗിക്കാറില്ലെന്ന് പറയാൻ പറ്റത്തില്ല, പ്രസംഗിക്കാറുണ്ട്. രണ്ട് വിഷയങ്ങളാണ് പ്രസംഗിക്കുന്നത്. ഒന്ന്, സമ്പത്തില്ലാത്തവൻ, കടബാധ്യതയുള്ളവർക്കെല്ലാം എങ്ങനെ ഒരു സാമ്പത്തിക വിടുതലുണ്ടാകാം, സാമ്പത്തികമായി ഉന്നമനമുണ്ടാകാം, അത് പ്രസംഗിക്കാറുണ്ട്. ഇല്ലാത്തവന് എങ്ങനെ ഉണ്ടാക്കാമെന്നതിനെക്കുറിച്ച്. അതിനെ ഈ സമ്പന്നതയുടെ സുവിശേഷമെന്നും സമൃദ്ധിയുടെ സുവിശേഷമെന്നും പ്രോസ്പെരിറ്റി ഗോസ്പലെന്നൊക്കെ വിളിക്കുന്നത്. ഇല്ലെങ്കിൽ സാമ്പത്തികമായ ഒരു പ്രയാസം ഉണ്ടെങ്കിൽ, പ്രതിസന്ധി ഉണ്ടെങ്കിൽ, ആ പ്രതിസന്ധിയെ എങ്ങനെ തരണം ചെയ്യാം എന്നതിനെക്കുറിച്ച് പഠിപ്പിക്കൽ അത് ഈ കഴിഞ്ഞ ഒരു 15-20 വർഷങ്ങളായി കേരളത്തിൽ കുറച്ച് കൂടുതലായിട്ടുണ്ട്. അതിൻ്റെ ഒരു അതിപ്രസരമുണ്ട്. വേറെ ഒരു കാര്യം, സമ്പത്തില്ലെങ്കിൽ ഇല്ലാതെ എങ്ങനെ ജീവിക്കാം, എങ്ങനെ നമുക്ക് സർവൈവ് ചെയ്യാം എന്നുള്ള ഒരു പഠിപ്പിക്കലുമുണ്ട്. സമ്പത്തില്ലെങ്കിൽ, ദാരിദ്ര്യമുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ അങ്ങ് കഴിഞ്ഞാൽ മതി, അതൊന്നും കുഴപ്പമൊന്നുമില്ല, നമുക്ക് പ്രതിഫലം സ്വർഗത്തിൽ കിട്ടും, കർത്താവ് നമ്മളെല്ലാം അറിയുന്നു, നമ്മുടെ എല്ലാ ആവശ്യങ്ങളും കർത്താവ് അറിയുന്നു, കർത്താവ് നമുക്ക് എല്ലാം തരും എന്നുള്ള വിശ്വാസം കൊണ്ട് നമ്മുടെ ഈ സാമ്പത്തിക പ്രശ്നങ്ങളിൽ എങ്ങനെ അതിനെ കോപ്പ് ചെയ്യാം, അതിനെങ്ങനെ മാനേജ് ചെയ്യാം, അതിജീവിക്കില്ല, അതിലെങ്ങനെ നമുക്ക് ജീവിച്ചു പോകാം എന്നതും പഠിപ്പിക്കാറുണ്ട്. പക്ഷെ ഇന്നത്തെ പ്രശ്നം, അത് ദാരിദ്ര്യം വിശ്വാസഗോളത്തിൽ ഏറ്റവും ശക്തമായിരുന്ന കാലത്ത് അത് നല്ലതായിരുന്നു. വിശ്വാസ പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ വേർപാട് സമൂഹങ്ങൾ ഈ കേരളക്കരയിലും ഇന്ത്യയിലും കടന്നു വന്ന അവസരം 2-3 പ്രത്യേക ചരിത്ര വസ്തുതകൾ നമ്മൾ കണക്കിലെടുക്കണം. ഒന്ന്, ഒന്നാം ലോകമഹായുദ്ധവും രണ്ടാം ലോകമഹായുദ്ധവും, മൂന്നാമത് കോളനി വാഴ്ചയും ഈ രാജ്യങ്ങളിലെല്ലാം, ഇന്ത്യ അടക്കമുള്ള കേരള സംസ്ഥാനം അടക്കമുള്ള രാജ്യങ്ങളെല്ലാം ഒരു സാമ്പത്തിക ക്ഷയം, മാന്ദ്യം ഉണ്ടാക്കിയിരുന്നു. അന്ന് പൊതുവെ എല്ലാവരും ആരായിരുന്നു? സാമ്പത്തിക പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരായിരുന്നു. ആ ഒരു കാലഘട്ടത്തിൽ ഒരു 20 വർഷം മുമ്പേ, 30 വർഷം മുമ്പേ, ഒരു 40 വർഷം മുമ്പേ, ഗൾഫ് ബൂം തുടങ്ങുന്നതിന് മുമ്പത്തെ കാലഘട്ടത്തെക്കുറിച്ച് ഞാൻ പറയുന്നത്. അന്ന് മിക്കവാറും എല്ലാവരും സാമ്പത്തിക പ്രശ്നങ്ങളുള്ളവരായിരുന്നു. അന്നത്തെ പ്രസംഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാമ്പത്തിക പ്രശ്നത്തിൽ എങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാമെന്ന്. പിന്നീട് ഇപ്പോൾ ഉണ്ടായ സമ്പൽ സമൃദ്ധിയുടെ അല്ലെങ്കിൽ സമൃദ്ധിയുടെ സുവിശേഷം എന്ന് പറഞ്ഞ് സമ്പത്തുണ്ടായപ്പോൾ കൂടുതൽ എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളതിനെ കുറിച്ചുള്ള സുവിശേഷമാണ്. അതിനെക്കുറിച്ച് ഞാൻ ഇവിടെ പരാമർശിക്കുന്നില്ല, അതിനോട് കടക്കുന്നില്ല. പക്ഷെ സമ്പത്ത് ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ഇതിനെ എങ്ങനെ വേദപുസ്തകത്തിൻ്റെ വെളിച്ചത്തിൽ കർത്താവ് ഇതിനെങ്ങനെ കാണുന്നു, അപ്പോസ്തലന്മാരെങ്ങനെ കാണുന്നു, എങ്ങനെയാണ് ഇതിനെ മാനേജ് ചെയ്യേണ്ടതിനെ കുറിച്ചുള്ള ഒരു പഠിപ്പിക്കൽ ഉണ്ടായുമില്ല. ഈ 2 എക്സ്ട്രീംസേ ഉണ്ടായുള്ളൂ. ഇല്ലായ്മ, പിന്നെ ഉള്ളതിനോട് കൂടെ കൂട്ടുന്നത് എങ്ങനെ. പക്ഷേ ഉള്ളത് എന്താണ് എന്നുള്ള പഠിപ്പിക്കൽ ഉണ്ടായിട്ടുമില്ല. അത് ഒരു വളരെ അപകടമാണ്. പക്ഷെ കർത്താവിൻ്റെ പദ്ധതിയിൽ ഇത് ഒരു വലിയ വിഷയമാണ് താനും. കർത്താവ് പറഞ്ഞത്, ഇതിനെ വിളിക്കുന്ന പേര് അനീതിയുള്ള മാമോൻ എന്നാണ്. പണത്തിന് മാമോൻ എന്ന് പറഞ്ഞാൽ അരമൈക് ഭാഷയിലുള്ള പണം എന്നതിൻ്റെ അർത്ഥമേ ഉള്ളൂ, വേറെ അർത്ഥമൊന്നുമില്ല.
കർത്താവ് പറഞ്ഞു, മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിൽ കർത്താവ് പറയുകയാണ്, ധനവാൻ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത് പ്രയാസം. എത്ര പ്രയാസം! എന്നിട്ട് കർത്താവ് പറഞ്ഞു, പ്രയാസത്തെക്കുറിച്ച് കർത്താവ് പറഞ്ഞു, ഇതിൽ എളുപ്പമുള്ള കാര്യം പറയാം. ഏത് എളുപ്പം എന്നറിയാമോ? ഒരു ഒട്ടകം സൂചിക്കുഴിയിലൂടെ കടക്കുന്നതാണ് ധനവാൻ സ്വർഗരാജ്യത്തിൽ പോകുന്നേക്കാൾ എളുപ്പം. ഓക്കെ, ഇതിനൊരു തെറ്റായ വ്യാഖ്യാനമുണ്ട്. ആളുകൾ പറയാറുണ്ട് ഈ സൂചിക്കുഴ എന്ന് പറയുന്നത്, ഇവിടെ മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിൽ സൂചിക്കുഴ എന്ന് പറയുന്നത് ശരിക്കുള്ള സൂചിക്കുഴയല്ല. അത് യെരുശലേം പട്ടണത്തിലെ ഒരു വാതിലാണ്. അതിലൂടെ, അത് ചെറിയ വാതിലാണ്, അതിൽ ഒട്ടകത്തിന് കടക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് ഒരു മനുഷ്യന് മാത്രമേ കടക്കാൻ പറ്റുള്ളൂ. ഒട്ടകത്തെ പുറത്ത് നിർത്തി വേണം പോകാൻ എന്നൊക്കെ വ്യാഖ്യാനിക്കാറുണ്ട്. എനിക്ക് അറിയാവുന്ന യെരുശലേമിനെ കുറിച്ച്, ഞാൻ യെരുശലേമിൽ പോയിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്, താമസിച്ചിട്ടുണ്ട്, ചെറിയ പരിചയം എനിക്ക് ആ സിറ്റിയെക്കുറിച്ചുണ്ട്, ഈ ജെറുസലേമിനെ കുറിച്ച് വായിച്ചിട്ടുമുണ്ട്, പിന്നെ ആർക്കിയോളജി ചിലപ്പം പഠിച്ചിട്ടുണ്ട്. അങ്ങനെ സൂചിക്കുഴ എന്ന് പറയുന്ന ഒരു ഗേറ്റ് യെരുശലേം പട്ടണത്തിൽ ഇല്ലായിരുന്നു സത്യത്തിൽ. മറ്റു പല ഗേറ്റുകളും ഉണ്ട്, പക്ഷേ സൂചിക്കുഴ എന്ന് പറയുന്നത് ഒരു ഗേറ്റ്, ഒരു വാതിൽ യെരുശലേം പട്ടണത്തിൽ ഒരു കാലത്തും ഉള്ളതായിട്ട് എൻ്റെ അറിവിലില്ല. ഇനി എന്തെങ്കിലും ആരെങ്കിലും കണ്ടുപിടിച്ചാൽ അന്ന് നമുക്ക് ഞാനിത് തിരുത്താം. ഇതുവരെ സുൽത്താന്മാരുടെ കാലത്തോ അല്ലെങ്കിൽ ബിസൈൻറ്റൈൻ എംപയറിൻ്റെ കാലത്തോ അങ്ങോട്ട് പുറകോട്ട് പിടിച്ച റോമാക്കാരുടെ കാലത്തോ ഉള്ളതായിട്ട് എൻ്റെ അറിവിലില്ല. കർത്താവ് ഇവിടെ സൂചിക്കുഴ എന്ന് പറഞ്ഞാൽ സത്യത്തിലുള്ളൊരു സൂചിക്കുഴയെക്കുറിച്ച് തന്നെയാണ്. സത്യത്തിൽ ഉള്ള അക്ഷരികമായ ഒരു സൂചിക്കുഴയെക്കുറിച്ച് തന്നെയാണ് കർത്താവ് പറഞ്ഞു. അതായത് ഒരു സൂചിയുടെ കുഴയിലൂടെ, ഇനി ആ സൂചി വേണമെങ്കിൽ വലുതാക്കിക്കോ, അതായത് നമ്മുടെ ഡ്രസ്സ് തയ്ക്കുന്ന സൂചിയേക്കാളും ചാക്ക് തയ്ക്കുന്ന വലിയ സൂചി ഉണ്ടല്ലോ, അതായിക്കോട്ടെ, അതിലൂടെ ഒരു ഒട്ടകത്തെ കടത്താമെങ്കിൽ അതിൽ എളുപ്പമാണ് ആർക്ക് സ്വർഗത്തിൽ പോകാൻ? ധനവാന് പോകാൻ. ഈ പ്രമാണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആരും സ്വർഗത്തിൽ പോകത്തില്ല, ഈ ഉപദേശമടക്കം പോകത്തില്ല. ഈ പ്രമാണം അക്ഷരികമായി പാലിച്ചാൽ സത്യമാണെങ്കിൽ എന്തു ചെയ്യില്ല, ഇവിടെ ഇരിക്കുന്ന ആരും പോവില്ലെന്ന്. കാരണം ഇവിടെ കണ്ടിട്ട് ആർക്കും വലിയ പഞ്ഞമൊന്നും എനിക്ക് തോന്നുന്നില്ല, പോകാൻ വഴിയില്ല. ഇത് പറയുമ്പോഴേ പലരുടെയും മുഖം മാറുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഇത് ഭയങ്കര വിഷമമുള്ള സബ്ജക്റ്റാണ് ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം. കർത്താവ് പറഞ്ഞത്, ഇതിൻ്റെ കർത്താവിൻ്റെ അർത്ഥം എത്രയേ ഉള്ളൂ, ഇതൊരു സ്പിരിച്വൽ റിസ്ക്കാണ്, ആത്മീയമായ ഒരു വലിയ പ്രതിസന്ധിയാണ്, ഒരു അപകടമാണ് പണം. പക്ഷേ നമ്മുടെ കർത്താവ് പണക്കാരരോട് കൂടിയാണ് നടന്നത്. അതാ വേറെ വിഷയം. പണക്കാരനായ സക്കായി, ചുങ്കക്കാരനായ ലേവി, നല്ലപോലെ പണമുള്ള ആൾക്കാരവരൊക്കെ, അരിമത്യയിലെ ജോസഫ്, ബദനിയിൽ കർത്താവ് പണക്കാരുടെ കൂടെയാണ് നടന്നതും. അതേസമയം കർത്താവ് പണക്കാരെന്ത് ചെയ്തിട്ടുണ്ട്? ചീത്ത വിളിച്ചിട്ടുമുണ്ട്. എന്ന് വെച്ചാൽ ചീത്ത വിളിക്കുകയല്ല, അതിൽ അപകടം കാണിച്ചിട്ടുമുണ്ട്. അതുകൊണ്ടാണ് ദൈവരാജ്യം കഴിഞ്ഞാൽ ഏറ്റവും അധികം കർത്താവ് എന്തിനെക്കുറിച്ച് സംസാരിച്ചത്? സമ്പത്തിനെ കുറിച്ച് സംസാരിച്ചു. കാരണം ഇത് രണ്ടും ബന്ധിതമാണ്, പരസ്പര ബന്ധിതമായ കാര്യങ്ങളാണ്. അപ്പോൾ കർത്താവ് ഇതിനെ ഒരു റിസ്ക് ആയിട്ടാണ് കണ്ടേ. പക്ഷെ കർത്താവ് പറഞ്ഞത് സ്വർഗരാജ്യത്തിൽ ആരും കടക്കുകയില്ലെന്നല്ല പറഞ്ഞേ. പക്ഷെ എന്താ പറഞ്ഞത്? കടക്കുന്നത് പ്രയാസമാണ്. ധനവാന് സ്വർഗരാജ്യത്തിൽ കടക്കാൻ പ്രയാസമാണ്, കടക്കില്ലെന്ന് കർത്താവ് ഒരിക്കലും പറഞ്ഞിട്ടില്ല. എന്നിട്ട് കർത്താവ് തൻ്റെ പഠിപ്പിക്കലിലൂടെ ധനവാനും എങ്ങനെ ഈ സൂചിക്കുഴിലൂടെ കടക്കാമെന്ന് കർത്താവ് പഠിപ്പിക്കുകയായിരുന്നു. ദൈവരാജ്യത്തിൽ കടക്കുവാൻ ഈ ധനവാന് പ്രയാസമാണ് എന്ന് കർത്താവ് പറഞ്ഞപ്പോൾ, ധനവാൻ സ്വർഗരാജ്യത്തിൽ കടക്കുന്ന പ്രയാസമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ധനവാൻ ദൈവരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുഴിലൂടെ കടക്കുന്നത് എളുപ്പമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞിട്ട് കർത്താവിൻ്റെ പ്രഭാഷണങ്ങളിൽ, പഠിപ്പിക്കലുകളിൽ ദൈവരാജ്യത്തെക്കുറിച്ചും പണത്തെക്കുറിച്ചും അതിന് ഏകദേശം തുല്യ പ്രാധാന്യം നൽകിയതിൻ്റെ കാര്യം പണക്കാർക്കും എങ്ങനെ ദൈവരാജ്യത്തിൽ കടക്കാമെന്ന് കർത്താവ് കാണിക്കുക. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഒന്നാമത്തെ കാര്യം, മണി ഈസ് എ സ്പിരിച്വൽ റിസ്ക്. അതൊരു ആത്മീയമായി ഒരു അപകടമാണ് പണം. എന്നാൽ പണം ഇല്ലാതിരിക്കുന്നതാണോ അതിനുള്ള ഉപാധി? അല്ലതാനും. കർത്താവ് പറഞ്ഞ, ഇന്ന് ഞാൻ പഠിപ്പിക്കാനായിട്ട്, ഇന്ന് നമ്മുടെ പഠന വിഷയം എന്ന് പറയുന്നത് ഈ റിസ്ക് എങ്ങനെ ഒഴിവാക്കാമെന്നുള്ള. പണമുണ്ടായിട്ട് പണത്തിൻ്റെ റിസ്ക്, പണമുണ്ടാക്കുന്ന അപകടം നമുക്ക് എങ്ങനെ
ധനവാന്മാരായിരിക്കെ പണമുണ്ടാക്കുന്ന ഈ ആത്മീയ പ്രതിസന്ധിയെ എങ്ങനെ ഒഴിവാക്കാം എന്നതിനെക്കുറിച്ച് കർത്താവ് പറഞ്ഞ ഒരു ഉപമയാണ് ഇന്ന് ആദ്യത്തെ ഭാഗത്ത് ഇന്നത്തെ പകൽക്കാലം ഞാൻ ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 13 മുതലുള്ള വാക്യങ്ങളിൽ, ലൂക്കോസ് 12:13 മുതലുള്ള വാക്യങ്ങളിൽ കർത്താവ് ഒരു യഥാർത്ഥ സംഭവവും, അവിടെ ആ ഭാഗത്ത് നമുക്ക് ഒരു യഥാർത്ഥ സംഭവവും അതേസമയം ഒരു ഉദാഹരണം, ഒരു ദൃഷ്ടാന്ത കഥയും നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. ഒരു യഥാർത്ഥ സംഭവവും ഒരു ദൃഷ്ടാന്ത കഥയും. 13-ാം വാക്യത്തിൽ 2 വ്യക്തികളെയാണ് നാം അവിടെ കാണുന്നത്. 2 വ്യക്തികൾ. ആ അധ്യായത്തിൽ 13 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ 2 വ്യക്തികളെ കാണാം. ഒന്ന് ഒരു യഥാർത്ഥ വ്യക്തി, 2 വെറും ഒരു കഥാപാത്രം, അതായത് ഭാവനയിൽ മാത്രമുള്ള ഒരു വ്യക്തി. അവിടെ നാം കാണുന്നത്, പുരുഷാരത്തിൽ ഒരുവൻ യേശുവിനോട്, ഗുരു, ഞാനുമായി അവകാശം പങ്കുചെയ്യുവാൻ എൻ്റെ സഹോദരനോട് കൽപ്പിക്കാലും എന്ന് പറഞ്ഞു. ഇതൊരു യഥാർത്ഥ വ്യക്തിയാണ്. കർത്താവിനെ അനുഗമിക്കുന്നതായ വ്യക്തികളിൽ ഒരാളാണ് അത്. ഈ 2 വ്യക്തികളെ എടുത്തുകൊണ്ട് കർത്താവ്, പിന്നീട് ആ മനുഷ്യൻ പോയി കഴിഞ്ഞപ്പോൾ കർത്താവ് അവരോട് പറഞ്ഞു, 16-ാമത്തെ വാക്യത്തിൽ ഒരു ഉപമയും അവൻ അവരോട് പറഞ്ഞു. ഒരു യഥാർത്ഥ സംഭവം, അതായത് ഒരു മനുഷ്യൻ വന്ന് തൻ്റെ അവകാശം പങ്കുവെക്കാൻ സഹോദരനോട് പറയണമെന്ന് കർത്താവിനോട് അപേക്ഷിക്കുന്നു. 16-ാമത്തെ വാക്യത്തിൽ ഈ സംഭവത്തിന് ശേഷം കർത്താവ് ഒരു ഉപമ അവരോട് പറഞ്ഞ് ഈ സത്യത്തെ കർത്താവ് വിശദീകരിക്കുന്നു. ഇവിടെ 2 വ്യക്തികൾ, 2 തെറ്റായ വീക്ഷണങ്ങൾ, ഇതാണ് നമ്മളിവിടെ കാണുന്നത്. 2 വ്യക്തികളും പണത്തെക്കുറിച്ചുള്ള 2 തെറ്റായ വീക്ഷണങ്ങളും. ഈ 2 കഥയുടെയും ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പണം എപ്രകാരം നാമും നമ്മുടെ ദൈവവും തമ്മിലുള്ളതായ ബന്ധത്തെ ബാധിക്കുന്നു എന്ന് കാണിക്കാനാണ് കർത്താവ് ഈ സംഭവവും ഈ ഉപമയും പറഞ്ഞത്. സമ്പത്ത് നമ്മുടെ ആത്മീയ പുരോഗതിക്ക് എപ്രകാരം തടസ്സമാകാം, അങ്ങനെ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്, ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത് നമുക്ക് വളരെ വിഷമം പിടിച്ച കാര്യമാക്കാം, ആക്കി തീർക്കാം, മാറാം, ഒരു അപകടമാകാം, ഒരു പ്രതിസന്ധിയാകാം എന്നുള്ളതിൻ്റെ ഉള്ള ഉദാഹരണമായിട്ടാണ് കർത്താവ് ഈ ഉപമ പഠിപ്പിച്ചത്. ആദ്യത്തെ മനുഷ്യൻ യഥാർത്ഥ മനുഷ്യന്, രണ്ടാമത്തത് ഭാവനയിൽ മാത്രമുള്ള ഒരു മനുഷ്യൻ. ഈ ആദ്യത്തെ മനുഷ്യൻ എന്ന് പറയുന്നത് കർത്താവിനെ പിന്തുടർന്ന ഒരു മനുഷ്യനാണ്. കർത്താവിൻ്റെ ശിഷ്യനായിരിക്കണമെന്നില്ല, പക്ഷേ കർത്താവിൻ്റെ പഠിപ്പിക്കുന്ന കാര്യങ്ങളിൽ, കർത്താവ് പഠിപ്പിച്ച സത്യങ്ങളിൽ ആകർഷനായിട്ട് കർത്താവ് പോകുന്നിടത്തെല്ലാം പോകുന്ന ഒരു മനുഷ്യനായിരുന്നു അത്. അതുകൊണ്ടാണ് അവിടെ പറയുന്നത്, പുരുഷാരത്തിൽ ഒരുത്തൻ അവനോട്. അവന് സമയമുണ്ട് എന്തിന്? കർത്താവ് പറയുന്ന കഥകളെല്ലാം കേട്ട് കർത്താവ് യാത്ര ചെയ്യുന്നതനുസരിച്ച് പുറകെ അനുഗമിക്കുന്ന മനുഷ്യനാണ്. ഇത് റിയൽ മനുഷ്യനാണ്. പക്ഷെ മറ്റേ ആളെന്ന് പറയുന്നത് ഉപമയിൽ ഒരു ധനവാനായ മനുഷ്യനെ കുറിച്ചാണ് പറയുന്നത്. ധനവാനായ ഒരു മനുഷ്യൻ, അവൻ്റെ ഭൂമി നന്നായി വിളഞ്ഞു, അവൻ അതെല്ലാം കൂട്ടി വെക്കാനായിട്ട് അവന് വേണ്ടതായ കളപ്പുരകളെ പണിതു. അതിനുശേഷം ദൈവം അവനോട് ചോദിക്കുകയാണ്, മൂട, ഈ രാത്രിയിൽ നിൻ്റെ പ്രാണനെ നിന്നോട് ചോദിക്കും, പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാകുമെന്ന് പറഞ്ഞ് കർത്താവ് അവനെ കണ്ടം ചെയ്യുന്നു. ഈ 2 ചിത്രം നാം ചേർത്ത് വെച്ചാൽ ഇന്നത്തെ നമ്മുടെ സഭകളിലുള്ള ആളുകളുടെ ഒരു ചിത്രം പൂർണ്ണമാകും. ഈ 2 പകുതി ചേർത്ത് വെച്ചാൽ സത്യത്തിൽ ഇവിടെ എന്താവും? നമ്മുടെ സഭകളിൽ ഇന്നത്തെ നമ്മുടെ മനോഭാവങ്ങൾ പൂർണ്ണമാകും. ഞാൻ ഈ മുന്നോട്ട് പോകുമ്പോൾ ആദ്യത്തിൽ ഈ ഉപമയിലെ മനുഷ്യനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ഈ ഉപമയിലുള്ള മനുഷ്യനെക്കുറിച്ച്, ഈ മനുഷ്യൻ എന്താണ് ചെയ്തത്? ഈ മനുഷ്യൻ ചെയ്തത്, നമുക്ക് ആ കഥ ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുക, അത് വായിക്കട്ടെ. 16-ാമത്തെ വാക്യം, ലൂക്കോസ് 12:16 മുതൽ. ഒരു ഉപമയും അവരോട് പറഞ്ഞത്, ധനവാനായ ഒരു മനുഷ്യൻ്റെ ഭൂമി നന്നായി വിളഞ്ഞു. അപ്പോൾ അവൻ, ഞാൻ എന്ത് ചെയ്യേണ്ടു? എൻ്റെ വിളവ് കൂട്ടിവെക്കാൻ സ്ഥലം പോരാ എന്ന് ഉള്ളിൽ വിചാരിച്ചു. എന്നിട്ട്
പിന്നെ അവൻ പറഞ്ഞത്, ഞാൻ ഇത് ചെയ്യും, എൻ്റെ കളപ്പുരകളെ പൊളിച്ച് അധികം വലിയവ പണിത് എൻ്റെ വിളവും വസ്തുവകകളും എല്ലാം അതിൽ കൂട്ടിവെക്കും. എന്നിട്ട് എന്നോട് തന്നെ, നിനക്ക് ഏറിയ ആണ്ടുകൾക്ക് മതിയായ അനവധി വസ്തുവക സ്വരൂപിച്ചു വച്ചിരിക്കുന്നു. ആശ്വസിക്കുക, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്ന് പറയും. മനസ്സിലാക്കേണ്ട കാര്യം, ഇതുവരെ ഈ മനുഷ്യനൊന്നും ചെയ്തിട്ടില്ല. എന്തേ ചെയ്തിട്ടുള്ളൂ? ഇത്രയും ഭാഗത്തേ ചെയ്തിട്ടുള്ളൂ. മനസ്സിലിങ്ങനെ ചിന്തിച്ചിട്ടേ ഉള്ളൂ. എന്നോട് തന്നെ പറഞ്ഞെന്നാണ് പറഞ്ഞത്. അതായത് പ്രത്യേകിച്ച് ഹെബ്രായിക് യൂസേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വയം ചിന്തിച്ച് നടത്തത്തില്ല, എന്നോട് തന്നെ പറയാമെന്ന് പറയുന്നത്. എന്നോട് തന്നെ പറഞ്ഞ എന്താ, ഇതൊക്കെ ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞു. പക്ഷേ ആ രാത്രിയിൽ ദൈവമോ അവനോട്, മൂഢ, ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ നിന്നോട് ചോദിക്കും, പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാകുമെന്ന് പറഞ്ഞു. ബാക്കി എന്താ സംഭവിച്ചെന്ന് അവിടെ പറയുന്നില്ല. ഈ മനുഷ്യൻ മരിച്ചെന്നും പറയുന്നില്ല, ഈ മനുഷ്യൻ കളപ്പുരകൾ പണിതോ എന്നും പറയുന്നില്ല. അവൻ്റെ ചിന്തയെ ദൈവം എന്ത് ചെയ്യുകയാണ്? ആ ദൈവം ആ ചിന്തയോട് പ്രതികരിക്കുന്നതായിട്ട് മാത്രമേ നാം കാണുന്നുള്ളൂ. പിന്നീട് കർത്താവ് പറഞ്ഞു, ദൈവ വിഷയമായി സമ്പന്നനാകാതെ, അതിൻ്റെ ഗുണപാഠം എന്ന് പറഞ്ഞാൽ ഇതാണ്, ദൈവവിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവൻ്റെ കൂട്ടിവെക്കുന്നതിൻ്റെ കാര്യം ഇങ്ങനെയാകുന്നു. എങ്ങനെയാകുന്നു? എന്താ അവിടെ സംഭവിച്ചേ? അവൻ മരിച്ചോ? ഇല്ല. അവൻ്റെ കളപ്പുരകൾ പൊളിഞ്ഞു വീണോ? ഇല്ല. ഇങ്ങനെയാകുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരൊറ്റ കാര്യമേ ഉള്ളൂ, അവന് എന്താ സംഭവിച്ചേ? ഒന്ന് പറഞ്ഞേ. അവന് ഒന്നും സംഭവിച്ചിട്ടില്ല. ഇപ്പോൾ അവനെ ദൈവം മൂഢ എന്ന് വിളിച്ചെന്നേ ഉള്ളൂ, അല്ലേ? ഇവനൊന്നും ചെയ്തില്ലെന്നേ. ഇത് കൊഴുത്ത് കഴിഞ്ഞപ്പോൾ അന്ന് പുള്ളി ആ കസേരയിലിരുന്നൊന്ന് പറഞ്ഞെന്നേ ഉള്ളൂ. അവനിത് പറഞ്ഞപ്പോൾ, മനസ്സിലിങ്ങനെ പറഞ്ഞപ്പോൾ, മനസ്സിലുള്ള നിരൂപണങ്ങൾ അറിഞ്ഞ ദൈവം എന്ത് ചെയ്തു? ദൈവത്തോട് പറയുക, എന്തെന്ന്, മൂഢാ എന്ന് വിളിച്ചേ ഉള്ളൂ. അപ്പോൾ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നൊരു കാര്യം എങ്ങനെയിരിക്കും? ഇങ്ങനെ ഇരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂഢ എന്ന് ദൈവത്താൽ വിളിക്കപ്പെടും. ഈ മനുഷ്യൻ എന്തേ ഇങ്ങനെ മൂഢനായത്? ഇപ്പം മൂഢനാണോ? പല കാര്യങ്ങൾ ചിന്തിക്കണം. ഇവൻ സത്യം പറഞ്ഞ മൂഢനല്ല ഇവൻ സത്യം പറഞ്ഞ, പക്ഷെ അതേസമയം മൂഢനാണ് താനും. ഈ മനുഷ്യൻ ചെയ്ത കാര്യങ്ങൾ തന്നെയാണ് യോസഫും ചെയ്തത്. പഴയ ജോസഫ്, എവിടുത്തെ? ഉൽപ്പത്തി പുസ്തകം 41-ാം അധ്യായത്തിൽ നാം വായിക്കുന്നൊരു ജോസഫ് ഉണ്ടല്ലോ, യോസഫും ഇതേ ചെയ്തുള്ളൂ. യോസഫും വലിയ കളപ്പുരകളെ പണിതു. യോസഫ് 7 വർഷം എന്ത് ചെയ്തു? ധാന്യങ്ങൾ സത്യത്തിൽ പൂഴ്ത്തിവെച്ചു. ഈ മനുഷ്യൻ കൂട്ടിവെച്ചു. യോസഫ് എന്ത് ചെയ്തു? പൂഴ്ത്തിവെച്ചു, ഹോർഡിങ്. എന്നിട്ട് ക്ഷാമമില്ലാത്ത അവസരത്തിൽ വിറ്റ് കാശാക്കി അധിക വിലയ്ക്ക്. അവരുടെ നിലങ്ങൾ വരെ വാങ്ങിച്ച് ആളുകളെ ചൂഷണം ചെയ്യുന്ന സത്യത്തിൽ പറയുന്ന കഥ അങ്ങനെ പോകുന്നത്. യോസഫ് ചെയ്തത് തന്നെയാണ് ഈ മനുഷ്യനും ചെയ്തത്. പിന്നെ എന്താ തെറ്റ്? ജോസഫ് ചെയ്ത പോലെ കളപ്പുരകളെ പണിതു, ഭാവിക്ക് വേണ്ടി കാര്യങ്ങളെ കൂട്ടിവെച്ചു. ഇതൊന്നും ഒരു തെറ്റല്ല. ഈ മനുഷ്യനെ മൂഢ എന്ന് വിളിക്കാൻ, ദൈവം ഈ മനുഷ്യനെ മൂഢ എന്ന് വിളിക്കാൻ ഇവൻ ആ വിളിക്ക് അർഹനാണോ? അത് നീതിയുള്ളൊരു വിളിയായിരുന്നോ? ശരിയായ വിളിയായിരുന്നോ? നാം പല കാര്യങ്ങൾ ചിന്തിച്ചല്ല. ഈ മനുഷ്യന് നല്ലൊരു പദ്ധതി ഉണ്ടായിരുന്നു, പ്ലാൻസ് ഉണ്ടായിരുന്നു. എന്താ? ഇത്രയും ധാന്യം വിളഞ്ഞ അവസരത്തിൽ, കൊയ്ത്ത് ഇത്രയും സമൃദ്ധി ആയപ്പോൾ ഇത് കളയാതെ കൂട്ടിവെക്കുന്നത് തെറ്റാണോ? അല്ല. അവന് നല്ല പ്ലാൻസ് ഉണ്ടായിരുന്നു. പിന്നെ അവൻ്റെ സ്ട്രാറ്റജിയും കൊള്ളാമായിരുന്നു. അവൻ്റെ ആ ഒരു തന്ത്രം, എന്താ തന്ത്രം? ആ ഒരു പരിപാടി, ആ പരിപാടി എന്താ? ഉള്ളത് പൊളിച്ച് കൂട്ടി വെക്കുക. അതിലും തെറ്റില്ല. പക്ഷേ എന്നിട്ട് ഇവനെ എന്തിനാ ദൈവം എന്തെന്ന് വിളിച്ചത്? മൂഢ എന്ന് വിളിച്ചതിൻ്റെ കാര്യം, ഇവൻ ചെയ്തത് അധാർമികമാണോ? അല്ല. സത്യത്തിൽ ഹോർഡിങ് അഥവാ പൂഴ്ത്തി വെക്കുന്നത് തെറ്റാ. നിയമത്തിൻ്റെ കണ്ണിലും തെറ്റാ. ഏത്? സാധനങ്ങളുള്ളപ്പോൾ അത് മാർക്കറ്റിലേക്ക് ഇറക്കാതെ പൂഴ്ത്തി വെക്കുക, എന്നിട്ട് സാധനങ്ങൾക്ക് വില കൂടുമ്പോൾ ഇറക്കുക, അല്ലെങ്കിൽ അനീതിയെ പൂത്തി വെക്കുക. ഇവൻ പൂത്തി വെച്ചതല്ല.
സമൃദ്ധിയായി വളർന്നുകൊണ്ടെത്തി അവൻ്റെ ആവശ്യത്തിന് വേണ്ടി അവൻ എന്ത് ചെയ്തെന്നേ ഉള്ളൂ, സൂക്ഷിച്ചു വെച്ചെന്നേ ഉള്ളൂ. ഇവൻ ചെയ്തതിൽ ഒരു വിധത്തിലും അധാർമികമായി ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഇവൻ്റെ നിലം നന്നായി വിളഞ്ഞത് ഇവൻ്റെ തെറ്റാണോ? അതുമല്ല, അവൻ കഷ്ടപ്പെട്ടതുകൊണ്ടും ഒക്കെ ഇതായത്. പക്ഷേ ദൈവം ഇവനെ പിന്നെ എന്താ വിളിക്കുന്നേ? മൂഢ. അതിൻ്റെ അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ ആരായി മൂഢനെന്ന് മനസ്സിലാക്കണം. വേദപുസ്തകത്തിൽ മൂഢ എന്നാരെയാണ് വിളിക്കുന്നത്? വേദപുസ്തകത്തിൽ മൂഢ എന്ന് വിളിക്കുന്നത് വെളിവില്ലാത്തവനെ അല്ല, വിവരമില്ലാത്തവനെ അല്ല, വിവരമുള്ളവരെയാണ് എന്തെന്ന് വിളിക്കുന്നേ? മൂഢെന്ന് വിളിക്കുന്നേ. അതാ വേദപുസ്തകത്തിലെ വ്യത്യാസം. മൂഢൻ എന്ന് പറഞ്ഞാൽ സങ്കീർത്തനം 14 അധ്യായത്തിൽ ദൈവം ഇല്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. അഥവാ ദൈവം ഇല്ല എന്ന് മൂഢൻ ചിന്തിക്കുന്നു. താഴോട്ട് വായിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ചിന്തിച്ചിട്ട് ഇവരെന്ത് ചെയ്യുന്നു? ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അവർ അപ്പം പോലെ എൻ്റെ ജനത്തെ എന്ത് ചെയ്യുന്നു? തിന്നു കളയുന്നു. അപ്പം തിന്നുന്ന പോലെ എൻ്റെ ജനത്തെ തിന്നു കളയുന്നു. അതായത് സകല വിധത്തിലുള്ള അധർമ്മങ്ങൾ അവർ ചെയ്യുന്നു. അവർ മനസ്സിൽ നിരൂപിക്കുകയാണ് എന്തെന്ന്? 14 സങ്കീർത്തനത്തിൽ ദൈവം ഇല്ലെന്ന് ചിന്തിക്കുക, ദൈവം ഇല്ലെന്ന് വിശ്വസിക്കുകയല്ല. ദൈവം ഉണ്ട് എന്ന് അവന് പക്ഷേ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ അവൻ്റെ പ്രവൃത്തി മുഴുവൻ ദൈവം ഇല്ല എന്ന ചിന്തയില്ല. ഇതിനെ സത്യത്തിൽ വിളിക്കുന്ന ഒരു പ്രായോഗിക നിരീശ്വരത്വം എന്ന് പറയും. അതായത് വിശ്വസിക്കുമ്പോൾ എന്തുണ്ട്? ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ അതേ സമയത്ത് ദൈവം ഇല്ല എന്ന് വിശ്വസിക്കുന്ന പോലെയാണ് ഇയാളുടെ പ്രവർത്തനം. അതായത് മൂഢ എന്ന് പറഞ്ഞാൽ ഒരു ബുദ്ധിയുടെ കുറവല്ല, ഡിഗ്രിയുടെ കുറവുമല്ല. മൂഢ എന്ന് പറഞ്ഞാൽ ദൈവമില്ലെന്ന് ചിന്തിച്ച് പ്രവർത്തിക്കുന്നതാ മൂഢത്വം. നമ്മൾ മനസ്സിലായോ? വേദപുസ്തകത്തിൽ സങ്കീർത്തനം സദൃശവാക്യങ്ങളെല്ലാം നാം പഠിച്ചു കഴിഞ്ഞാൽ ഈ നാബാൽ എന്ന് പറഞ്ഞ മനുഷ്യനുണ്ട്. നാബാൽ കേട്ടിട്ടുണ്ടോ? ദാവീദിൻ്റെ കഥയിലെ അവനൊരു മൂഢനാ. കാരണം അവൻ അഹങ്കാരിയായിരുന്നു. പക്ഷെ അവൻ ദാവീദിനോട് അഹങ്കാരം കാണിച്ചത്. സദൃശവാക്യത്തിൽ വരുന്ന അവസരത്തിൽ മൂഢൻ ദൈവത്തോട് അഹങ്കാരം കാണിക്കുന്നവനാ, ദൈവമില്ലെന്ന് ചിന്തിക്കുന്നവനാ. അതാ മൂഢത്വം എന്ന് പറഞ്ഞാൽ. ഈ മനുഷ്യൻ്റെ മൂഢത്വം എന്ന് പറഞ്ഞാൽ ഇവൻ സമർത്ഥനായിരുന്നു. കൃഷി ഇറക്കാൻ, നല്ല വിളവുണ്ടാക്കാൻ ഉള്ള ബുദ്ധി ഇവന് ഉണ്ടായിരുന്നു. റൈറ്റ്? കളപ്പുരകൾ പണിയണമെന്ന് ചിന്തിക്കാനുള്ള ബുദ്ധി ഇവന് ഉണ്ടായിരുന്നു. എത്രത്തോളം കളപ്പുര വേണം ഇതെല്ലാം കൂട്ടി വെക്കാനെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും ഇവന് ഉണ്ടായിരുന്നു. ഇതൊക്കെ സത്യം പറഞ്ഞാൽ എന്താണ്? സാധാരണ ബുദ്ധിയേക്കാൾ കവിഞ്ഞ ബുദ്ധിയാണ്. പക്ഷേ എന്നിട്ടും ഇവൻ ദൈവത്തിൻ്റെ കണ്ണിൽ മൂഢനാകുന്നത് ഇവൻ്റെ ജീവിതത്തിൽ ദൈവത്തിന് ഇവൻ്റെ ചിന്തയിൽ സ്ഥാനമില്ലായിരുന്നു എന്തുകൊണ്ടാണ്? പ്രൈസ് ഗോഡ്. അവിടെ നമ്മളെല്ലാം മൂഢരാകുന്നത്. ഇംഗ്ലീഷിൽ ഇങ്ങനെ ഒരു ചൊല്ലുണ്ട്. ചൊല്ലാണോ അതോ ഞാൻ ആരെങ്കിലും പറഞ്ഞു കേട്ടാണോ? എ ഫൂൾ വിത്ത് എ ടൂൾ ഈസ് സ്റ്റിൽ എ ഫൂൾ. മനസ്സിലായോ? എ ഫൂൾ വിത്ത് എ ടൂൾ ഈസ് സ്റ്റിൽ എ ഫൂൾ. അതായത് ഒരു വിഡ്ഢിയുടെ കയ്യിൽ ഒരു ആയുധം കൊടുത്താലും അവൻ വിഡ്ഢിയാ. അവന് പ്രത്യേകിച്ച് അവൻ്റെ വിഡ്ഢിത്തം മാറാൻ പോകുന്നില്ല. ഒരു വിഡ്ഢിയുടെ കയ്യിൽ ഇപ്പം ഞാനൊരു 15 മിനിറ്റ് ഒന്ന് ഇരുന്നിട്ട് ഒരു ബ്രേക്ക് എടുത്തിട്ട് ഒരു വിഡ്ഢിയുടെ കയ്യിൽ ഈ ടൂള് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ അനുഭവിക്കും ബാക്കി, അല്ലേ? ഈ ടൂൾ എന്ന് പറഞ്ഞ ഈ മൈക്ക് ഒരു വിഡ്ഢിയുടെ കയ്യിലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവൻ ഈ ടൂൾ ഉപയോഗിക്കാൻ അറിയത്തില്ല. എ ഫൂൾ വിത്ത് എ ടൂൾ ഈസ് സ്റ്റിൽ എ ഫൂൾ. ടൂൾ ഡസൻറ്റ് മേക്ക് എ ഫൂൾ എ വൈസ് മാൻ. ഇതാ പ്രശ്നം. ഇവിടെ ഹിയർ ഈസ് എ ഫൂൾ. ഇവിടെ ഒരു മൂഢനുണ്ട്. ആ മൂഢൻ്റെ കയ്യിൽ എന്തുണ്ട്? ഒരുപാട് പണവുമുണ്ട്. ഒരു മൂഢൻ അവൻ്റെ കയ്യിൽ എന്തുണ്ട്? ഒരുപാട് പണമുണ്ട്. അതുകൊണ്ട് പണമുള്ളത് കൊണ്ട് ഇവൻ്റെ മൂഢനല്ല ഇവനെന്ന് വിധിക്കാൻ മാത്രം ദൈവം മൂഢനല്ല. ഞാൻ പറഞ്ഞ മനസ്സിലായോ? പണമുള്ളത് കൊണ്ട് മാത്രം ഒരു മനുഷ്യനെ സഭയുടെ ട്രഷറാക്കാമെന്ന് ചിന്തിക്കുന്നത് നമ്മുടെ ബുദ്ധിയാണ്.
ദൈവത്തിൻ്റെ ബുദ്ധിയല്ല അത്. ദൈവത്തിൻ്റെ കണ്ണിൽ അവൻ എപ്പോഴും ആരാ? മൂഢനാ. എ ഫൂൾ വിത്ത് എ ടൂൾ ഈസ് സ്റ്റിൽ എ ഫൂൾ. പക്ഷേ പണം ഉണ്ടെങ്കിലും മൂഢനാകാതിരിക്കാം. കർത്താവ് ഇവിടെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം, ഒരു മനുഷ്യന് പണം, ഒരു വ്യക്തി, ദൈവം, ഈ 3 ഘടകങ്ങളെ എങ്ങനെ അലൈൻ ചെയ്യുന്നു എന്നനുസരിച്ചിരിക്കും ഒരു മനുഷ്യൻ്റെ ആത്മീയ പുരോഗതി. ഞാൻ വീണ്ടും ആവർത്തിക്കാം. സമ്പത്ത്, ദൈവം, വ്യക്തി, ഈ 3 കാര്യങ്ങൾ ഞാനൊരു 3 ബോൾ പോലെ ഇവിടെ വെച്ചിട്ട് പറയാം. നിങ്ങളൊന്ന് അറേഞ്ച് ചെയ്തെന്ന് പറയുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഇതിന് സ്ഥാനം നിർണ്ണയിക്കുന്നത്? പണം, ആത്മീയത, സമ്പത്ത്, നാം. പണം, ദൈവം, നാം. ഈ 3 കാര്യങ്ങളെയും നാം എങ്ങനെ ക്രമീകരിക്കുന്നു എന്നനുസരിച്ചിരിക്കും നമ്മുടെ ആത്മീയ ജീവിതം. ഈ സൂചിക്കുഴയിലൂടെ കടക്കാമോ കടക്കാതിരിക്കുമോ എന്നുള്ളതിൻ്റെ തെളിവ്. ഈ വിഷയത്തിൽ ഇവൻ മൂഢനാകുന്നതിന് ചില വിഷയങ്ങൾ ഞാൻ പറയാം. നമ്മൾ മൂഢനാകുന്നതിൻ്റെ കാര്യം. ഹി ഹാസ് എ പ്ലാൻ ഫോർ എ ലൈഫ് ടൈം. അവൻ്റെ ജീവിതത്തിന് എന്തുണ്ട്? ഒരു പദ്ധതിയുണ്ട്. എനിക്ക് ഇന്ന കാര്യം ചെയ്യണം, ഇന്ന കാര്യം നേടി എടുക്കണം. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, ഹി ഹാസ് എ ലൈഫ് പ്ലാൻ ബട്ട് ഹി ഡസൻറ്റ് നോ ഹിസ് ലൈഫ് സ്പാൻ. അവൻ ഉണ്ട്? ജീവിതത്തെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. എനിക്ക് എന്താ അവൻ പറഞ്ഞത്? എനിക്ക് അനേക ഏറിയ ആണ്ടുകൾക്ക്, 19-ാമത്തെ വാക്യത്തിൽ ലൂക്കോസ് 12:19, എന്നിട്ട് എന്നോട് തന്നെ നിനക്ക് ഏറിയ ആണ്ടുകൾക്ക് മതിയായ അനവധി വസ്തുവക സ്വരൂപിച്ച് വച്ചിരിക്കുന്നു, ആശ്വസിക്കാം, തിന്നുക, കുടിക്ക എന്ന് ഞാൻ പറയും. റൈറ്റ്? ഏറിയ ആണ്ടുകൾക്ക് അവൻ്റെ ഒരു പദ്ധതിയാണ്. പക്ഷേ ഈ ഏറിയ ആണ്ടുകൾക്കുള്ള ആ ഒരു സാമ്പത്തിക പദ്ധതി അവൻ ഉണ്ടാക്കുന്ന അവസരത്തിൽ ഈ ആണ്ടുകൾ എത്ര ഏറുമെന്നുള്ള കാര്യം ഞാനല്ല നിശ്ചയിക്കുന്നതെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി അവനില്ലാതെ പോയത് അവൻ്റെ മൂഢത്വം. മനസ്സിലാവും? ഏറിയ ആണ്ടുകൾക്ക് അവൻ കൂട്ടിവെച്ചപ്പോൾ അവൻ വേണമെങ്കിൽ 40 വയസ്സുള്ള മനുഷ്യൻ അടുത്ത 25 വർഷത്തേക്കുള്ളതായ സമ്പത്ത് കൂട്ടിവെച്ചു. ഇനി റിട്ടയർ ചെയ്യാം, ഇനി എനിക്ക് ജോലി ചെയ്യേണ്ട കാര്യമില്ല, 25 വർഷം ജീവിക്കാനുള്ള ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് കൂട്ടിവെച്ചപ്പോൾ 25 വർഷം ലൈഫ് സ്പാൻ ഉണ്ടോ എന്നുള്ള കാര്യം ഇവൻ അറിഞ്ഞുകൂടായിരുന്നു. അപ്പോൾ അവൻ എന്താ പ്ലാൻ ചെയ്തത്? മൂഢനായത്. അവൻ്റെ നിയന്ത്രണത്തില്ലാത്ത ഒരു കാലഘട്ടത്തിലേക്കുള്ള പദ്ധതികളാണ് അവൻ ചെയ്തത്. അതുകൊണ്ട് കർത്താവ് ചോദിച്ചത്, പോട്ടെ, നാളത്തെ കാര്യമില്ല, ഈ രാത്രിയിൽ ഞാൻ നിൻ്റെ ജീവനെ നിന്നോട് ചോദിച്ചാൽ നീ കൂട്ടിവെച്ച് ആർക്കാകും? ഇത്രയേ ചോദിച്ചുള്ളൂ. ലൈഫ് പ്ലാൻ വിത്തൗട്ട് ഗോഡ്. പണമല്ല പ്രശ്നം. പണം ഒരു വിധത്തിൽ എന്തല്ല ഒരു പ്രശ്നം അല്ല. പണം എവിടെ വരുന്നതെന്നനുസരിച്ചാണ്. നമ്മുടെ ഈ പണവും ദൈവവും തമ്മിലുള്ള ബന്ധമാണ് ഏറ്റവും വലിയ വിഷയം. നമ്മുടെ പ്ലാനിങ്ങിൽ, ഈ പ്ലാൻസിൽ, ഈ പണം ഉണ്ടായി കഴിയുമ്പോൾ നമ്മൾ ഇടുന്നതായ പല പദ്ധതികളുണ്ട്. ഈ പദ്ധതികളിലെല്ലാം ദൈവം കൂടെ ഉണ്ടോ ഈ പദ്ധതിയിൽ എന്നുള്ള വിഷയം. ദൈവം കൂടെ ഈ പദ്ധതിയിൽ ഉണ്ടോ? നാം അനേക നാളുകൾക്ക് വേണ്ടി കൂട്ടിവെക്കുന്ന അവസരത്തിൽ ഈ നാളുകൾ എനിക്ക് ലഭിക്കുമോ എന്ന് എന്ത് ചെയ്യുന്നില്ല, ചിന്തിക്കുന്നില്ല. അതിനും ഇത് ആർക്കെന്തില്ല, കൺട്രോൾ ഇല്ല. ഇനി ജോസഫിൻ്റെ കാര്യത്തിൽ ചിന്തിക്കാം. ജോസഫ് ചെയ്തത് തെറ്റെന്ന് പറയുന്നില്ല. അതിന് കാരണം എന്താ? ജോസഫ് ചെയ്തത് 7 വർഷത്തേക്ക് മാത്രമുള്ളൊരു കൂട്ടിവെപ്പായിരുന്നത്, അല്ലേ? യോസഫും ഈ മനുഷ്യനും ചെയ്തത് തമ്മിൽ വ്യത്യാസം, ഈ മനുഷ്യൻ ഏറിയ ആണ്ടുകൾക്ക് വേണ്ടിയുള്ള അൺലിമിറ്റഡ് ഇയേഴ്സിന് വേണ്ടിയാണ് എന്ത് ചെയ്തത്? കൂട്ടിവെച്ചത്. യോസഫ് കൂട്ടിവെച്ചതോ വെറും 7 വർഷത്തേക്ക് ധാന്യം തികയുന്ന വിധത്തിലുള്ള കളപ്പുരകളെ യോസഫ് പണിതുള്ളൂ. അതിൻ്റെ കാരണം എന്താ?
അതിന് കാരണം എത്രയേ ഉള്ളൂ? 7 വർഷമേ ഇതിൻ്റെ ആവശ്യമുള്ളൂ എന്ന് അവന് കാണിച്ചു കൊടുത്തായിരുന്നു? ദൈവം അവനെ കാണിച്ചു കൊടുത്തായിരുന്നു. അപ്പോൾ ഈ മനുഷ്യനും ആ മനുഷ്യനും വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യോസഫിൻ്റെ പ്ലാനിങ് മുഴുവൻ എന്തിനായിരുന്നു? ദൈവം അവനെ കാണിച്ചു കൊടുത്ത പോലെ ആയിരുന്നു. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഹിതപ്രകാരമുള്ള ഒരു പ്ലാനിങ് ആയിരുന്നു ആര് ചെയ്തത്? യോസഫ് ചെയ്തത്. 2, യോസഫ് ചെയ്തതിൻ്റെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, യോസഫ് ചെയ്തത് ദൈവത്തിൻ്റെ പർപ്പസസിനെ, ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങളെ എന്ത് ചെയ്യാനായിരുന്നു യോസഫ്? പക്ഷെ ഇവിടെ ഇവിടെ എന്താ ചെയ്യുന്നേ? എനിക്ക് തന്നെ. കർത്താവിൻ്റെ പണത്തെക്കുറിച്ചുള്ള പഠിപ്പിക്കലുകളെല്ലാം നാം മനസ്സിലാക്കി കഴിഞ്ഞാൽ, പണത്തിൻ്റെ ഏറ്റവും വലിയ പഠിപ്പിക്കുന്നത് വെച്ചാൽ ആ സെൽഫ് സെൻറ്റേർഡ്നെസ്. അതായത് പണത്തെ ചുറ്റിപ്പറ്റിയുള്ള നമ്മുടെ ജീവിതം, അതിൽ പണം നമുക്ക് മാത്രമാണ് എന്നുള്ളത്, ദൈവം തന്ന സമ്പത്ത് നമുക്ക് മാത്രമാണ് എന്നുള്ള ഒരു ചിന്തയെയാണ് കർത്താവ് എന്ത് ചെയ്തിട്ടുള്ളത്? എപ്പോഴും ശാസിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ കർത്താവ് നിഷേധിച്ചിട്ടുള്ളത്. ഒരു പ്രമാണി ഒരിക്കൽ കർത്താവിൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, നിത്യജീവനെ പ്രാപിക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം? കർത്താവ് അവനോട് പറഞ്ഞു, നീ ഒരൊറ്റ കാര്യം മാത്രമേ ചെയ്യുള്ളൂ. എന്തൊക്കെ ചെയ്യുന്നത് ഇപ്പോൾ എന്ന് ചോദിച്ചു. ഇപ്പം ഞാൻ ഇതൊക്കെ ചെയ്യുന്നുണ്ട്, ശരി, ഇതൊക്കെ മതി. പക്ഷെ ഒരു കുറവ് നിനക്കുണ്ട്. എന്താ? ഉള്ളതെല്ലാം വിറ്റേ ദരിദ്രന്മാർക്ക് കൊടുക്കുക. ചില ദിവസങ്ങൾക്ക് മുമ്പേ വേറൊരു മനുഷ്യൻ കർത്താവിൻ്റെ അടുക്ക വന്നായിരുന്നു, ഒരു പ്രമാണി. അവനും ഇതേപോലൊരു ചോദ്യം ചോദിച്ചു, നീ എന്തൊക്കെ ചെയ്യുന്നെന്ന് ചോദിച്ചു. ഏറ്റവും വലിയ പ്രമാണം എന്താണെന്നൊക്കെ ചോദിച്ചു. അതൊക്കെ പറഞ്ഞ ശേഷം പറഞ്ഞു, കർത്താവ് അവനെ മെല്ലെ വിട്ടു. അവനെ അഭിനന്ദിച്ചിട്ട് അവനെ പറഞ്ഞു വിട്ടു. അവനോട് ഉള്ളത് വിൽക്കാൻ പറഞ്ഞുമില്ല. കർത്താവിൻ്റെ പഠിപ്പിക്കൽ തന്നെ ഒരു കോൺട്രഡിക്ഷൻ, വൈരുദ്ധ്യങ്ങൾ കാണാം. കർത്താവ് അവനോട് പറഞ്ഞത്, നീ എന്ത് ചെയ്യണം? വിറ്റേ കൊടുക്കാൻ. കാരണം അവൻ്റെ ജീവിതത്തിൽ, അത് അതിനെക്കുറിച്ച് പിന്നീട് ഞാൻ ഒരു ക്ലാസ് എടുക്കുന്നുണ്ട്. അവൻ്റെ ജീവിതത്തിൽ എന്തായിരുന്നു വിഷയം? ഏറ്റവും പ്രധാനം പണം ആയിരുന്നു. പക്ഷേ യോസഫിൻ്റെ കാര്യത്തിൽ യോസഫ് എന്തായിരുന്നു ചെയ്തേ? യോസഫിൻ്റെ വിഷയം എന്തായിരുന്നു? ദൈവം കാണിച്ച ദൈവത്തിൻ്റെ ഉദ്ദേശം സാധിക്കുക എന്ന് മാത്രമായിരുന്നു. പണത്തിൻ്റെ ഏറ്റവും വലിയ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെ ഇതുകൊണ്ട് ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങളെ സാധിക്കാമെന്നാണ്. അത് വരുമ്പോഴാണ് പണം എന്തായി മാറുന്നില്ല, ഒരു തടസ്സമായി, സമ്പത്ത് ഒരു തടസ്സമായിട്ട് മാറുന്നില്ല. കർത്താവ് പറഞ്ഞ വേറൊരു കാര്യം കൂടെ നമുക്ക് ഈ വിഷയത്തിൽ ചേർത്ത് ചിന്തിക്കണം. അതായത് ലൂക്കോസിൻ്റെ സുവിശേഷം കർത്താവ് പറഞ്ഞു, ഇത് പറയുകയാണ്, ദൈവവിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നതിൻ്റെ കാര്യം. തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നതല്ല തെറ്റ്. പിന്നെന്താ തെറ്റ്? ദൈവവിഷയമായി സമ്പന്നനാകാത്ത കഴിയുന്നതാ തെറ്റ്. സമ്പന്നനാകാതെ തനിക്ക് തന്നെ സമ്പന്നനാകുന്നതാണ് തെറ്റ്. സമ്പന്നനാകുന്നതല്ല തെറ്റ്. ഇവിടെ എന്താണ് ഈ ദൈവവിഷയമായി സമ്പന്നനാകാൻ ഇത് സാധിക്കാത്തത്? കർത്താവ് പറഞ്ഞ ഒരു കാര്യം ഈ ലൂക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 13-ൽ കർത്താവ് ഒരു കാര്യം പറയുന്നുണ്ട്. നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിക്കുവാൻ കഴിയുകയില്ല. നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും എന്ത് ചെയ്യാൻ കഴിയുകയില്ല? സേവിക്കാൻ കഴിയുകയില്ല. ദൈവവിഷയമായി സമ്പന്നനാകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയും ദൈവം നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്രമായി തീരുകയും നാം ദൈവത്തിന് വേണ്ടി ജീവിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയെക്കുറിച്ചായി ദൈവവിഷയമായി എന്താകുന്നത്? സമ്പന്നനാകുന്നത്. ഇതിന് നമ്മുടെ സമ്പത്ത് തടസ്സമാണോ എന്നുള്ള വിഷയം. ഇത് നമ്മുടെ സമ്പത്ത് തടസ്സമാകും. കാരണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുകയില്ല, സമ്പത്തിനെയും ദൈവത്തെയും എന്ത് ചെയ്യാൻ കഴിയുകയില്ല, ഒരുമിച്ച് സേവിക്കുവാൻ കഴിയുകയില്ല. ഇത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ലോയൽറ്റീസാണ്. അതായത് ഒന്നുകിൽ ദൈവത്തെ സേവിക്കുക, പിന്നെ ഇല്ലെങ്കിൽ മാമോനെ സേവിക്കുക. ഈ പണത്തെക്കുറിച്ച് ഞാനൊരു ഡീറ്റെയിൽ കൊടുക്കുക. നമുക്ക് ഒരുപാട് തെറ്റിദ്ധാരണയുണ്ട്. നമ്മുടെ ഒന്നാമത്തെ തെറ്റിദ്ധാരണ ഈ പണം എന്ന് പറയുന്നത് ന്യൂട്രലാണെന്നാണ്. ന്യൂട്രൽ,
1 രൂപ, 2 രൂപ, 10 രൂപ, 100 രൂപ, 1000 രൂപ, ഇതെല്ലാം ഇതിനൊന്നും പ്രത്യേകിച്ച് ശക്തിയൊന്നുമില്ല. ശക്തി വല്ലതും ഉണ്ടോ? ഇല്ല. നമ്മൾ വെച്ചിടത്തോ അതിരിക്കും അല്ലേ? നമ്മൾ അതുകൊണ്ട് വേണമെങ്കിൽ ബോട്ടുണ്ടാക്കാം, പമ്പരം ഉണ്ടാക്കാം, പോക്കറ്റിൽ വെക്കാം, എവിടെ വെച്ചാലും അത് അവിടെ ഇരിക്കത്തേ ഉള്ളൂ. അത് ഒരു ഇനാക്റ്റീവായിട്ടുള്ള, നിർജീവമായ, ന്യൂട്രലായിട്ടുള്ള കാര്യമാണെന്നാണ് നാം മനസ്സിലാക്കിയിട്ടുള്ളത്. നമ്മൾ അങ്ങനെ അതിനെ കൈകാര്യം ചെയ്യുന്നത്. പക്ഷെ ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഇത് ഒരു ന്യൂട്രൽ സാധനമല്ല, ഇതൊരു ശക്തിയാണ്. ഇതൊരു ശക്തിയാണ്. ഇതിൻ്റെ പുറകിൽ ഒരു സ്പിരിച്വൽ പവറുണ്ട്. ഇനി സ്പിരിച്വൽ പവർ പറയുന്നതിന് മുമ്പേ അതിന് മറ്റു പവർ ഞാൻ പറയാം. അതിനു മുമ്പേ ഒരു കാര്യം, സേവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം മാമോൻ എന്ന് പറഞ്ഞാൽ ദൈവത്തെ സേവിക്കുവാനും മാമോനെ സേവിക്കുവാനും കഴിയുകയില്ല എന്ന് പറഞ്ഞാൽ ദൈവത്തോടൊപ്പം സ്ഥാനം മനുഷ്യഹൃദയങ്ങളിൽ പിടിക്കുന്ന, അല്ലെങ്കിൽ പിടിക്കുവാൻ, സ്ഥാനം പിടിക്കുവാൻ മത്സരിക്കുന്ന ഒന്നാണ് പണം. അതാ കർത്താവ് പറഞ്ഞതിൻ്റെ കാര്യം. ദൈവത്തോടൊപ്പം മനുഷ്യഹൃദയത്തിന് വേണ്ടി മത്സരിക്കുന്ന ഒന്നാണ് എന്ത്? അതുകൊണ്ടാണ് പറഞ്ഞത് സേവിക്കുക, അല്ലെങ്കിൽ വർഷിപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ആരാധിക്കുക എന്ന് പറഞ്ഞ്. പണം എന്ന് പറഞ്ഞാൽ ദൈവത്തിന് തുല്യമെന്ന് പറയുന്നില്ല ഞാൻ, പക്ഷെ തുല്യമായ സ്ഥാനത്തിന് വേണ്ടി മനുഷ്യഹൃദയങ്ങളിൽ മത്സരിക്കുന്ന ഒന്നാണ് പണം. അതൊരു ന്യൂട്രൽ ഫോഴ്സ് അല്ല. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇതൊരു ന്യൂട്രൽ സാധനമല്ല. കറൻസി ആയാലും സ്വർണമായാലും നിലമായാലും വീടായാലും. ഈ പണത്തെക്കുറിച്ച് സ്പിരിച്വൽ ആസ്പെക്റ്റിൽ പോകുന്ന അവസരത്തിൽ അതിൻ്റെ മറ്റു വശങ്ങൾ പറയാം. പണം സത്യത്തിൽ ഇന്ന് ലോകത്തിലെ മിക്കവാറും എല്ലാ രാജ്യങ്ങളിലെയും പണം പേപ്പറാണ്, പൾപ്പിൽ നിന്നുണ്ടാക്കുന്ന. ചില രാജ്യങ്ങളിൽ മാത്രമേ പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നുള്ളൂ, പ്ലാസ്റ്റിക് കറൻസി. ചിലയിടത്ത് കോയിൻസ് ഉണ്ട്. പക്ഷെ ഉള്ള ആ മെറ്റലെല്ലാം, ഉണ്ടാക്കുന്ന ലോഹങ്ങളൊന്നും തന്നെ സ്വർണത്തിൻ്റെ വിലയുള്ളതല്ല, എല്ലാം അലോയ്സാണ്. പേപ്പർ കറൻസിയുടെ കാര്യം എടുക്കാം. പേപ്പർ കറൻസി പവർഫുള്ളാണ്. 1 കിലോ പേപ്പർ തൂക്കി വിറ്റാൽ 4 രൂപയാണ് പൂനെ കിട്ടുന്നത്. 1 കിലോ പേപ്പർ, 1 കിലോ ന്യൂസ് പേപ്പർ വിറ്റാൽ കിട്ടുന്നത് 4 രൂപയാണ്. 1 ഗ്രാം പോലും ഇല്ലാത്ത 25,000 നോട്ട്, 10 ഗ്രാം വരുന്ന 1000 നോട്ട് 25 എണ്ണം 1 പവൻ സ്വർണം വാങ്ങിക്കും, ഇല്ലേ? മെറ്റീരിയലി ഇത് ഉണ്ടാക്കിയ വസ്തുവിൻ്റെ മൂല്യം നോക്കിയാൽ ഈ 25,000 രൂപയുടെ നോട്ട് 25,000 രൂപ, പവന് 25,000 ആണെന്ന് തോന്നുന്നു ഇപ്പോഴത്തെ വില, എനിക്കറിഞ്ഞുകൂടാ. അപ്പോൾ ഈ 10 നോട്ട് തൂക്കി വിറ്റാൽ 4 രൂപ കിട്ടത്തില്ല. കാരണം അത് 1 കിലോ തികയത്തില്ല. പിന്നെ അത് ചെറിയ കഷ്ണമായതുകൊണ്ട് അത്രയും വില കിട്ടത്തില്ല. ന്യൂസ് പേപ്പറിൻ്റെ വില ഇതിന് കിട്ടത്തില്ല, അല്ലേ? പണത്തിന് ശക്തിയുണ്ടോ? കറൻസിക്ക് ശക്തിയുണ്ടോ? ഉണ്ട്. അത് അതിൻ്റെ മൂല്യത്തേക്കാൾ ഉപരിയായ സാധനത്തെ എന്ത് ചെയ്യുന്നു? വാങ്ങിക്കുവാൻ കഴിയും. ഇല്ലാത്ത പണത്തിന് പോലും, ഇത് പ്രസൻസ് ഉള്ള പണമാണ്, ഇത് നമ്മുടെ കയ്യിലിരിക്കുന്ന പണം, 1000 രൂപയുടെ നോട്ട്, 25 നോട്ട്, 1 പവൻ സ്വർണം വാങ്ങിക്കും. പക്ഷെ 1 പവൻ സ്വർണത്തിൻ്റെ വില നിശ്ചയിക്കുന്നത് പേപ്പറിൻ്റെ അടിസ്ഥാനത്തിലാണ്. പണ്ടിങ്ങനെ എല്ലാവരും അത് വേറെ കാര്യം. ഒരു കടലാസിൻ്റെ അടിസ്ഥാനത്തിലാണ് നിശ്ചയിക്കുന്നത്. ഇതിന് ശക്തിയുണ്ട്. നമ്മളെല്ലാം ജോലി ചെയ്തിട്ട് കിട്ടുന്ന എന്താ? 25,000 രൂപ, 30,000 രൂപ, അല്ല 50,000 രൂപ, അല്ല 1,00,000 രൂപ മാസം കിട്ടുന്നു. നമുക്ക് കിട്ടുന്ന എന്താ സത്യത്തിൽ? കുറേ കടലാസ് കഷ്ണങ്ങളാണ്, അല്ലേ? പക്ഷേ ഈ കടലാസ് കഷ്ണങ്ങൾക്ക് വേണ്ടിയാണ് നാം 30 ദിവസം അധ്വാനിക്കുക, 8 മണിക്കൂർ വെച്ച് അധ്വാനിക്കുന്നത്. അല്ലെങ്കിൽ 25 ദിവസം 8 മണിക്കൂർ വെച്ച് അധ്വാനിക്കുന്നതിന് വേണ്ടിയാണ്, ഈ കടലാസ് കിട്ടാനാണ്. പക്ഷെ കടലാസല്ല, അതിനുപരിയായ വില അതിനുണ്ട്. യെസ്, ഈ കടലാസ് ആണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ മാന്യതയുടെ അടിസ്ഥാനം. റൈറ്റ്? ഞാൻ വന്ന് നിങ്ങളോട് 1,00,000 രൂപ കടം ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ മാന്യത അടയറവ് പറയുകയാണ്. അത് തരുമ്പോൾ നിങ്ങൾ എന്നേക്കാൾ വലിയൊരാളാണ് എന്നുള്ള ചിന്ത നിങ്ങൾക്കുണ്ട്. കാരണം നിങ്ങളുടെ കയ്യിൽ 10,00,000 രൂപ കൊടുക്കാൻ മാത്രം പണം നിങ്ങളുടെ കയ്യിലുണ്ട്. മാന്യത കളയാനും മാന്യത നേടാനും ഈ പണത്തിന് കഴിയും. ഞാൻ പറഞ്ഞത് ശരിയാണോ? അതിൻ്റെ മൂല്യത്തെക്കാൾ ഏറെ മൂല്യമുള്ള സാധനങ്ങളുടെ വില നിശ്ചയിക്കുവാൻ എന്തിനു കഴിയും? ഈ കടലാസ് കഷ്ണത്തിന് കഴിയും. ഈ സാധാരണ തത്വം നമ്മൾ ആത്മീയത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആണ് ദൈവത്തെ മനുഷ്യ ഹൃദയത്തിൽ നിന്ന്
തള്ളി മാറ്റുവാനുള്ള ശക്തി പണത്തിനുണ്ട്. പ്രേസിലോട് പറയാൻ വരുന്ന ബൈബിൾ ക്ലാസ് അല്ല ഇതെന്ന് എനിക്കറിയാം. ഇടയ്ക്കൊരു പ്രേസിലോടൊക്കെ പറയുന്നല്ല, പക്ഷേ അതിന് പറ്റിയ ബൈബിൾ ക്ലാസ് അല്ല ഇത്. നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തെ ഡിസ്പ്ലേസ് ചെയ്യാൻ കഴിയും. നമ്മൾ എപ്പോഴാണ് ദൈവത്തിൽ ആശ്രയിക്കുന്നത്? സാധാരണഗതിയിൽ നാം ആശ്രയിക്കുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭദ്രതയ്ക്ക് നമുക്ക് ആ ഭദ്രത ഉറപ്പുവരുത്താൻ നമുക്ക് കഴിയാത്തപ്പോഴാണ് നാം ദൈവത്തിൽ ആശ്രയിക്കുന്നത്. റൈറ്റ്? നമ്മുടെ ജീവിത ഭദ്രത നമുക്ക് ഉറപ്പുവരുത്താൻ കഴിയുന്ന സമയത്ത് നമുക്ക് എന്തിൻ്റെ ആവശ്യം വരുന്നില്ല. സത്യത്തിൽ ദൈവത്തിന് ആവശ്യം വരുന്നില്ല. അതുമാത്രമാണ് ഈ മനുഷ്യൻ ചെയ്ത തെറ്റ്. എന്താ ചെയ്ത തെറ്റ്? അവൻ്റെ കളപ്പുരകൾ നിറഞ്ഞു കഴിയുമ്പോൾ തനിക്കിനി ആരുടെ ആവശ്യമില്ല. കളപ്പുരയിലുള്ള ധാന്യത്തിൻ്റെയും വസ്തുവകളുടെ ആവശ്യമേ ഉള്ളൂ എന്ന് ചിന്തിച്ചതാണ് ഇവന് പറ്റിയ തെറ്റ്. അതാണ് കർത്താവ് പഠിപ്പിക്കുന്നത്. നാം എന്ത് മനസ്സിലാക്കിയിരിക്കണം? സമ്പത്തും, ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിലേക്ക് വരിക, സമ്പത്തും ദൈവവും നമ്മളും, ഭൗതികവും ആത്മീയവും നാമും, ഈ മൂന്നിനെ നാം എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ക്രമീകരിക്കുന്നു, അലൈൻ ചെയ്യുന്നുവോ, അതാണ് ആത്മീയ ജീവിതത്തിൻ്റെ ശക്തി അല്ലെങ്കിൽ സത്യം എന്ന് പറഞ്ഞാൽ. നാം ഈ വിഷയത്തെക്കുറിച്ച് തുടർന്ന് ചിന്തിക്കാൻ പോവുകയാണ്. കർത്താവ് പറഞ്ഞു ധനവാൻ സ്വർഗ്ഗരാജ്യത്തിൽ കടക്കുന്നത് പ്രയാസം. പക്ഷേ കർത്താവ് ഒരിക്കലും പറഞ്ഞില്ല ധനവാൻ സ്വർഗ്ഗരാജ്യത്തിൽ കടക്കുകയില്ലെന്ന്. കർത്താവ് ദൈവരാജ്യത്തെക്കുറിച്ചും സ്വർഗ്ഗരാജ്യത്തെക്കുറിച്ചും അതേസമയം പണത്തെക്കുറിച്ചും ഒരുപോലെ പഠിപ്പിച്ചതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ ലോകത്തിലെ സമ്പന്നന്മാരെ എവിടേക്ക് കടത്താമെന്ന് പഠിപ്പിക്കാനാണ്. എവിടേക്ക്? സ്വർഗത്തിലേക്ക് കടത്താനുള്ള വഴിയാണ്. അതാ സുവിശേഷത്തിൻ്റെ സാരാംശം. എങ്ങനെ ധനവാന്മാർക്ക് ഇതിലേക്ക് കടക്കാം? ഇതിന് നമ്മുടെ വസ്തുവകയൊന്നും വിൽക്കേണ്ട കാര്യമില്ല. ഇതിന് നാം സന്യാസികളാകേണ്ട കാര്യവുമില്ല. സമ്പന്നതയുടെ മധ്യത്തിലും ദൈവത്തെ എന്ത് ചെയ്യാം? പ്രസാദിപ്പിക്കാം. സമ്പന്നത ദൈവത്തെ പ്രസാദിപ്പിക്കാനുള്ള ഏറ്റവും നല്ല ഉപാധിയാണ് എന്നാണ് കർത്താവ് പഠിപ്പിക്കുന്നത്. സന്യാസമല്ല, സന്യാസി വ്രതമല്ല ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ഏറ്റവും നല്ലത്. സമ്പന്നതയുടെ മധ്യത്തിൽ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയും. ഒട്ടകത്തിന് സൂചിക്കുഴിയിലൂടെ കടക്കാൻ കഴിയും. അവിടെ പറഞ്ഞു ഇങ്ങനെയാണെങ്കിൽ ആര് ദൈവരാജ്യത്തിൽ കടക്കും? കർത്താവ് പറഞ്ഞു മനുഷ്യനാലെല്ലാം അസാധ്യം, പക്ഷെ ദൈവത്താലെല്ലാം എന്താ സാധ്യം? ഒട്ടകക്കുഴയിലൂടെ ധനവാനെ കടത്താൻ ദൈവത്തിന് അസാധ്യമല്ലെന്നാണ് പറഞ്ഞത്. അടുത്ത സെഷനിൽ വരുന്ന ചില സെഷൻസിൽ നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത് ഈ രണ്ടാമത്തെ വ്യക്തിയെ കാണാൻ പോവുകയാണ്. നാം പരാജയപ്പെടുന്നത് എപ്പോഴാണ്? നാം പരാജയപ്പെടുന്നത് സമ്പത്ത് വരുമ്പോൾ നാം ദൈവത്തെ കൂടാതെ ചിന്തിക്കാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഈ മനുഷ്യൻ പറ്റിയ അബദ്ധം. എ ഫൂൾ വിത്ത് എ ടൂൾ ഈസ് സ്റ്റിൽ എ ഫൂൾ എന്ന് പറയുന്നതിൻ്റെ കാര്യം, ഇവൻ്റെ കയ്യിൽ സമ്പത്ത് കിട്ടിയപ്പോൾ ഇവൻ എന്ത് ചെയ്തു? ഇവൻ ദൈവത്തെ കൈവിട്ടു. ദൈവമില്ലാത്ത ചിന്തയിലേക്ക് അവൻ കടന്നുപോയി. ഈ ഒരു പരാജയത്തെക്കുറിച്ചാണ് പറയുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് തുറന്നും ചിന്തിച്ചുകൊണ്ടേയിരിക്കും. നാം കഴിഞ്ഞ സെഷനിൽ കണ്ടത് കർത്താവ് സമ്പത്ത് വേണ്ടെന്നോ എല്ലാവരും ദരിദ്രന്മാരാകണമെന്നോ ഒന്നും കർത്താവ് ആഗ്രഹിക്കുന്നില്ല. അങ്ങനെയെങ്കിൽ കർത്താവ് ഒരിക്കലും ധനവാന്മാരോട് കൂടുകയില്ലായിരുന്നു. അരിമത്യയിലെ ജോസഫിനെ രഹസ്യ ശിഷ്യനായിട്ട് കാണുകയില്ലായിരുന്നു. കർത്താവ് ധനവാന്മാരായവരുടെ സൽക്കാരങ്ങളിൽ കർത്താവ് എന്ത് ചെയ്യുകയില്ലായിരുന്നു? പങ്കുചേരുകയില്ലായിരുന്നു. പക്ഷേ അതേസമയം കർത്താവിന് ദരിദ്രന്മാരോട് ഒരു പ്രതിബദ്ധത ഉണ്ടായിരുന്നതാണ്. ഇവിടുത്തെ വിഷയം എന്ന് പറഞ്ഞാൽ സമ്പന്നനായ ഒരു മനുഷ്യനെ മൂഢൻ എന്ന് വിളിക്കുന്നതിൻ്റെ കാര്യം, ആ മനുഷ്യൻ്റെ ചിന്തയിൽ ദൈവത്തിനുള്ള സ്ഥാനം അവൻ്റെ സമ്പത്ത് പിടിച്ചു പറ്റിയെന്നുള്ളതാണ്. ദൈവത്തിന് ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉള്ള സ്ഥാനം സമ്പത്ത് പിടിച്ചുപറ്റി. തൻ്റെ തന്നെ നിയന്ത്രണത്തിലില്ലാത്ത കാര്യങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കാനുള്ള ആ ബുദ്ധി അവന് കെട്ടുപോയി. ഞാൻ എത്ര വർഷത്തേക്കാണ് കൂട്ടി വെക്കുന്നത്,
എന്നവൻ ചിന്തിക്കുമ്പോൾ അവൻ എന്ത് ചിന്തിച്ചില്ല? എത്ര വർഷമെന്ന് നിശ്ചയിക്കുന്നത് ഞാനല്ല എന്ന കാര്യം അവന് മനസ്സിൽ പോയില്ല. അത് നിശ്ചയിക്കുന്നത് ആരാണ്? ദൈവമാണ് എന്നുള്ളതായ ആ ബുദ്ധി അവനില്ലാതെ പോയത് കൊണ്ടാണ് അവൻ മൂഢനെന്ന് വിളിക്കപ്പെടുവാൻ കാരണം. അതുകൊണ്ടാണ് അവൻ സൂചിക്കുഴിയിൽ കടക്കാൻ കഴിയാത്ത ഒരു ധനവാനാണ് എന്ന് വന്നതിൻ്റെ കാരണം. ദൈവത്തെ നമ്മുടെ ചിന്തയിൽ നിന്ന് ഡിസ്പ്ലേസ് ചെയ്യുന്ന, മാറ്റി നിർത്തുന്ന അതിനെക്കുറിച്ച് അവിടെ പറയുന്നു. 2, ദൈവവിഷയമായി സമ്പന്നരാകാതിരിക്കാൻ അതിനും എന്താകാം? ഈ സമ്പന്നത തടസ്സമാകാം. ദൈവ വിഷയമായി സമ്പന്നരാകാതിരിക്കാൻ അതിന് പല വിഷയങ്ങളുണ്ട്. പക്ഷേ അതിലേക്ക് ഞാൻ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു പ്രധാന വിഷയം എന്ന് പറഞ്ഞാൽ, നമുക്ക് അല്പം പൈസ ഉണ്ടാകുമ്പോഴാണ് നാം പൈസയെക്കുറിച്ച് ചിന്തിക്കുന്നത്, അല്ലേ? പൈസയെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് ഒന്നുകിൽ ഒരു പൈസ ഇല്ലാത്തപ്പോഴും പിന്നെ ഒരുപാട് പൈസ ഉണ്ടാകുമ്പോഴും. ഞാൻ വീണ്ടും ആവർത്തിക്കുന്ന വിഷയമാണ്, ഒരു ഡീമോണിക് പവറാണ്. പണത്തിന് ഒരു ദുരാത്മാവിൻ്റെ ശക്തിയുണ്ട് നമ്മുടെ ജീവിതത്തിൽ. നിങ്ങൾക്കെല്ലാം അറിയാവുന്ന കാര്യമായത്, അല്ലേ? നാം ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നുണ്ട്, ജീവിതത്തെക്കുറിച്ചുള്ള ചിന്തകൾ അതെന്ത് ചെയ്തു? വചനത്തെ എടുത്ത് മാറ്റി. ജീവന ചിന്തകൾ, ദ്രവ്യാഗ്രഹം, ഇതൊക്കെ എന്ത് ചെയ്തു? വന്നിട്ട് ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ട വചനത്തെ എടുത്ത് മാറ്റി. അതായത് സാമ്പത്തികമായി ധനവാനായപ്പോൾ അതിനെക്കുറിച്ചുള്ളതായ ചിന്തകൾ ദൈവവിഷയമായി സമ്പന്നനാകാൻ കഴിയാത്ത വിധത്തിൽ ദൈവവചനത്തെ എടുത്ത് മാറ്റുകയാണ്, അല്ലെങ്കിൽ ഞെരുക്കിക്കളയുക. പ്രാക്ടിക്കൽ എക്സാമ്പിൾ പറഞ്ഞാൽ, നമുക്കിത്തിരി പണം ഉണ്ടെങ്കിൽ നമ്മുടെ ചിന്ത മുഴുവൻ പണത്തെക്കുറിച്ചാണ്. എപ്പോഴും അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടേയിരിക്കും. അതാര് വിചാരിച്ചാലും കളയാൻ പറ്റില്ലെന്ന് ഞാൻ പറയുന്നില്ല, കളയാൻ പറ്റും, അതിന് ഓവർകം ചെയ്യാൻ പറ്റും. പക്ഷെ ഓവർകം ചെയ്യേണ്ട ഒരു സാഹചര്യം സൃഷ്ടിക്കുക. നമുക്കതിനെ അതിജീവിക്കേണ്ടതായ, അതിനെ തോൽപ്പിക്കേണ്ട ഒരു സാഹചര്യം എന്തുണ്ടാക്കുന്നു? ഈ പണം ഉണ്ടാക്കുന്നു. നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കും, അതെന്ത് ചെയ്യണമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കും. വീട് ഉള്ളവർക്കുള്ളൊരു കുഴപ്പമുണ്ട്. വീട് പൂട്ടി ഇറങ്ങി 2 കിലോമീറ്റർ വരുമ്പോൾ ചിന്തിക്കും, വീട് പൂട്ടിയായിരുന്നോ എന്ന്, തിരിച്ചു പോകും, അല്ലേ? വീടില്ലാത്തവൻ അങ്ങനെ ചിന്തയുണ്ടോ? ഇല്ല. പക്ഷെ ആ വീട്, സമ്പത്ത് നമ്മൾ എന്ത് ചെയ്യുകയാണ്? നമ്മുടെ ചിന്തയെ പിടിച്ചങ്ങ് വലിക്കുക. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇറ്റ്സ് എ സേറ്റനിക് ഫോഴ്സാണ്. ചിലപ്പോൾ അങ്ങനെ ആകണമെന്നില്ല, സൈറ്റനിക് ഫോഴ്സ് ഒരു സാത്താനിക ശക്തി ആകണമെന്നില്ല. പക്ഷെ നമ്മെ പലപ്പോഴും തിരിച്ച് വീട്ടിലോട്ട് വിടുന്നു. നിങ്ങൾ സേഫ് പൂട്ടിയിട്ടാണോ വന്നേ ഇന്ന്? ഞാനിത് പറയുമ്പോൾ സേഫ് ഉള്ളവരെപ്പോൾ ചിന്തിക്കുന്നു മുഴുവൻ ഇനി സേഫ് പൂട്ടിയെന്നുള്ള, അല്ലേ? കാരണം ഉള്ളിൽ പെട്ടെന്ന് ഒരു അയ്യോ പൂട്ടിയോ? ഇല്ല. കാറ് പൂട്ടിയോ? ഇവിടെ കാർ മോഷൻ ഏറ്റവും കൂടുതൽ നടക്കുന്നത് കേരളത്തിലാണ്. കാറ് പൂട്ടി ലോക്ക് ചെയ്തിട്ടാണോ വന്നത്? വിൻഡോസ് ഷെയ്ഡ് ഇറക്കിയാൽ ഗ്ലാസ് റോൾ ഡൗൺ ചെയ്തായിരുന്നോ അതോ റോൾ അപ്പാണോ? ആ സെൻട്രൽ ലോക്ക് നമ്മുടെ ചിന്ത മുഴുവൻ അതിലൂടെ അങ്ങ് പോവുക. ഇവിടെ ബൈബിൾ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ പോലും എന്താ അതിനെക്കുറിച്ചാണ് ചിന്ത. അതായത് നമ്മുടെ ചിന്തകളെ പിടിച്ച് അടക്കുന്ന ഒന്നുണ്ട്. അവിടെ വരുമ്പോഴാണ് നമ്മൾ ഇതിനെക്കുറിച്ചെല്ലാം ദൈവവിഷയമായിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, സമ്പന്നനാകാൻ പറ്റുന്നില്ല. ഈ അപകടത്തെക്കുറിച്ചാണ് ഭർത്താവ് പറഞ്ഞത്. ഇത് നമ്മൾ എന്ത് ചെയ്യണം? ഒഴിവാക്കണം. ഇതൊരു അപകടമാണ്. ഇനി നാം 2ാമത്തെ വ്യക്തിയിലേക്ക് പോവുകയാണ്. ഈ 2ാമത്തെ വ്യക്തിക്കുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണ് അവൻ്റെ പ്രശ്നം? അവൻ്റെ മെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ദൈവത്തെക്കുറിച്ച് തെറ്റായ കാഴ്ചപ്പാടാണ് ഈ മനുഷ്യൻ്റെ പ്രശ്നം. ആദ്യത്തെ മനുഷ്യൻ്റെ, അതായത് ഈ കഥയിലെ 2ാമത്തെ മനുഷ്യൻ്റെ, മൂഢ എന്ന് വിളിക്കപ്പെട്ട മനുഷ്യൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവമില്ല എന്നുള്ള ചിന്തയാണ് അവൻ്റെ ജീവിതം. എങ്ങനെയാണ്? ദൈവം ഇല്ല എന്ന വിധത്തിൽ അവൻ ജീവിക്കുന്നത്. പക്ഷേ ഈ കഥയിലെ യഥാർത്ഥ മനുഷ്യൻ, ഒരു പുരുഷാരത്തിൽ ഒരുവൻ വന്ന് അവനോട് പറഞ്ഞത്, അവൻ്റെ പ്രശ്നം ദൈവമില്ലാന്ന് ചിന്തിക്കുന്നതല്ല, ദൈവം ഉണ്ട് എന്ന് ചിന്തിക്കുന്ന അവൻ്റെ പ്രശ്നം. പക്ഷെ ദൈവം ഉള്ളത് തെറ്റായ കാരണങ്ങൾക്കാണെന്നുള്ള ആ വിഷയം.
ദൈവമില്ലാന്ന് ചിന്തിച്ച് ജീവിക്കുക മറ്റവൻ. ഇവനോ ദൈവം ഉണ്ടെന്ന് ചിന്തിച്ച് ജീവിക്കുന്നു. പക്ഷേ ദൈവത്തിനെ കൊണ്ട് അവനുള്ള ഉപയോഗം തെറ്റാന്നുള്ള വിഷയം. അവൻ എങ്ങനെ ദൈവത്തെ ഉപയോഗിക്കുന്നു? എന്തിനാ അവന് ദൈവം വേണ്ടത്? അവന് ദൈവം വേണ്ടത് വേറെ തെറ്റായ ചില കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. നമുക്ക് ആ കഥയിലേക്ക് കിടക്കാം. ആ കഥ എങ്ങനെയാണ്? പുരുഷാരത്തിൽ ഒരുവൻ അവനോട്, ഗുരു, ഞാനുമായി അവകാശം പങ്കുചെയ്യുവാൻ എൻ്റെ സഹോദരനോട് കൽപ്പിച്ചാലും എന്ന് പറഞ്ഞു. അതിൻ്റെ അർത്ഥം, ഈ മനുഷ്യൻ ധനവാനായിരുന്നു. ധനവാനല്ലാതെ എങ്ങനെയാണ് അവൻ അവകാശം ഉണ്ടാകുന്നത്? ഒരു പക്ഷേ ഈ മനുഷ്യൻ്റെ അപ്പൻ മരിച്ചു പോയി കാണാം. അതുകൊണ്ട് ഇവൻ്റെ മൂത്ത സഹോദരനായിരിക്കാം വസ്തുവകയല്ല ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത്, കൈ വെച്ചിരിക്കുന്നതും കൈകാര്യം ചെയ്യുന്നു. അപ്പോൾ ന്യായമായും ഈ 2 മക്കളുണ്ടെങ്കിൽ 2 മക്കൾക്ക് എന്ത് ചെയ്യണം? ഇത് പങ്കുവെച്ച് കൊടുക്കണം. അപ്പോൾ ഈ മനുഷ്യൻ ധനവാനാണ്, ഒരു ധനവാൻ്റെ മകനാണ്. അതുകൊണ്ടാണ് അവകാശം ഉണ്ടായതും അവകാശം പങ്കുവെക്കാനുള്ള സാഹചര്യം ഉണ്ടായതും. കാശില്ലാഞ്ഞിട്ടല്ല, പണം ഇല്ലാഞ്ഞിട്ടല്ല. ഈ മനുഷ്യൻ ഇത് പറയുമ്പോൾ കർത്താവിനോട് അസാധാരണമായ കാര്യമൊന്നുമല്ല പറഞ്ഞത്. സാധാരണഗതിയിൽ അന്നത്തെ കാലത്ത് പലസ്തീൻ രാജ്യത്ത് യഹൂദന്മാരുടെ ഇടയിൽ, ജാതികളുടെ ഇടയിലും എന്തെങ്കിലും സഹോദരങ്ങൾ തമ്മിലോ അല്ലെങ്കിൽ അയൽക്കാർ തമ്മിലോ ഒരു പ്രശ്നം ഉണ്ടായാൽ അത് തീർക്കുവാൻ ആത്മീയ നേതാവിൻ്റെ അടുക്കൽ, ഒരു ഗുരുവിൻ്റെ അടുക്കൽ ചെല്ലുന്നത് ശരിയാണ്. റബായിമാരെല്ലാം ചെയ്യാറുണ്ട്. റബിമാരെല്ലാം ഇങ്ങനെയുള്ള ഡിസ്പ്യൂട്ട്സ്, വാദങ്ങൾ, തർക്കങ്ങളെല്ലാം പരിഹരിച്ച് കൊടുക്കാറുണ്ട്. നമ്മുടെ ഇടയിലും ചെയ്യുന്ന പോലെ. നമ്മളൊരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ സാധാരണഗതിയിൽ, എനിക്കറിയത്തില്ല ഇപ്പോഴത്തെ കാര്യം, പണ്ടത്തെ കാലം ഞാൻ ഓർക്കുന്നുണ്ട്, പാസ്റ്റർ അടുത്ത് പോയി പറയുക, അല്ലെങ്കിൽ സഭയിലെ മൂപ്പനോട് പറയുക, അങ്ങനെ പ്രശ്നങ്ങൾ തീരും, അല്ലെങ്കിൽ തീർക്കും. സഹോദരന്മാർ തമ്മിൽ പ്രശ്നങ്ങൾ പ്രത്യേകിച്ചും അവർ 2 പേരും ഒരേ ആരാധനയിലെ അംഗങ്ങളാണെങ്കിൽ. ഈ മനുഷ്യൻ ഒരു വിധത്തിലും എന്ത് ചെയ്തിട്ടില്ല? ഒരു തെറ്റ് ചെയ്തിട്ടില്ല. കർത്താവേ, നീ ഇത് ഒന്ന് പങ്കുവെക്കാൻ എൻ്റെ സഹോദരനോട് പറയണമേ എന്ന് പറയുന്നതിന് തെറ്റില്ല. പക്ഷെ ഇവിടെ നമ്മളെ അതിശയിപ്പിക്കുന്ന കാര്യം കർത്താവ് പറഞ്ഞതാണ്. ഇവൻ സാധാരണഗതിയിൽ ഒരു ഗുരുവിനോട് അല്ലെങ്കിൽ ഒരു ആത്മീയ നേതാവിനോട് എല്ലാവരും ചോദിക്കുന്ന കാര്യം മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. പക്ഷെ കർത്താവിൻ്റെ മറുപടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, മനുഷ്യ, എന്നെ നിങ്ങൾക്ക് ന്യായകർത്താവോ പങ്കിടുന്നവനോ ആക്കിയത് ആർ എന്ന് ചോദിച്ചു. കഥ പറഞ്ഞില്ല, എനിക്കത് ചെയ്യാൻ പറ്റത്തില്ല. മാത്രമല്ല, രണ്ടാമത്തെ കാര്യം, പിന്നെ അവരോട്, അതായത് ഈ മനുഷ്യരോട് ചോദിച്ചിട്ട് തിരിഞ്ഞ് ശിഷ്യന്മാരോട് പറയുകയാണ്, സകലവിധ ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ച് ഒഴിഞ്ഞുകൊള്ളുവിൻ എന്ന് പറയുമ്പോൾ അവന് ദ്രവ്യാഗ്രഹി എന്നും എന്ത് ചെയ്തു? കർത്താവ് വിളിച്ചു. ഇതവൻ അർഹിക്കുന്നുണ്ടോ? ഇതവൻ, ഈ വിളി, ഇവിടെ 2 വിളികളാണ് ഈ പാസേജിൽ. ഒന്ന്, ദൈവം ആരെ എന്തെന്ന് വിളിക്കുന്നു? ഒരു മര്യാദക്കാരനായ മനുഷ്യനെ, സമർത്ഥനായ മനുഷ്യനെ, ബുദ്ധിയുള്ളൊരു മനുഷ്യനെ, ജീവിതത്തെക്കുറിച്ച് പദ്ധതികളുള്ളതായ സ്വപ്നങ്ങളുള്ള മനുഷ്യനെ മൂടാന്ന് വിളിക്കുക. 2, ന്യായമായി അപ്പൻ്റെ സ്വത്ത് ഒന്ന് പങ്കുവെച്ച് തരണമെന്ന് പറയാനായിട്ട് ഒന്ന് പറഞ്ഞാൽ മതി, വേറൊന്നും ചെയ്യുന്നു വേണ്ട, ഒന്ന് പറഞ്ഞാൽ മതി ചേട്ടനോട്. ചേട്ടനും ഒരു പക്ഷേ ഈ കൂട്ടത്തിലുണ്ടായിരിക്കാം. അവനോട് പറഞ്ഞാൽ മതി. അത് പറഞ്ഞതിനെ അവൻ എന്തെന്ന് വിളിക്കുന്നു? ദ്രവ്യാഗ്രഹി എന്ന് വിളിക്കുന്നു. നമ്മുടെ ഇടയിലാണെങ്കിൽ ഇത് 3 മാസം സഭയിൽ നിന്ന് പുറത്താക്കാനുള്ള മതിയായ കുറ്റമായത് അല്ലേ? 3 മാസം മുടങ്ങേണ്ട കാര്യമില്ല. കാരണം ഇവിടെ മുടക്കിയ അപ്പുറത്തെ റോഡിൻ്റെ അപ്പുറത്തെ സഭയിൽ ചേരാലോ. അങ്ങനെ ആരും അങ്ങനെ മുടങ്ങിയിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ മനുഷ്യൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പ്രശ്നം അവൻ്റെ പ്രീ ഓക്യുപ്പേഷനാണ്. അവൻ്റെ ചിന്തയെ ഭരിക്കുന്നത് എന്താണ്? അവൻ്റെ ചിന്തയെ ഭരിക്കുന്നത് മുഴുവൻ എന്താ? ഈ അവകാശമാണ്. അവൻ പുരുഷാരത്തിൽ ഒരുവനായിരുന്നു. കർത്താവിൻ്റെ പുറകെ കൂടിയ പുരുഷാരം മുഴുവൻ കർത്താവിൻ്റെ വചനങ്ങൾ കേൾക്കാനോ, കർത്താവിൻ്റെ അത്ഭുതങ്ങൾ കാണാനോ, ആ നിത്യജീവൻ്റെ മൊഴികൾ കേൾക്കാനോ ആണ് ഇവരെല്ലാം എന്ത് ചെയ്തിട്ടുള്ളത്? കർത്താവിൻ്റെ പുറകെ വന്നിട്ടുള്ളത്. കർത്താവ് അവർക്ക് ഇഷ്ടപ്പെടാത്തതും സ്വീകരിക്കാൻ വയ്യാത്തതും പറയുമ്പോഴെല്ലാം അവരെല്ലാം പിരിഞ്ഞു പോയിട്ടുമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു, കർത്താവ് ഇങ്ങനെ ദീർഘമായി പ്രസംഗിച്ചു. ഏറ്റവും വലിയ അധ്യായമാണ് അത്, യോഹന്നാന്റെ സുവിശേഷത്തിൽ ദീർഘമായി പ്രസംഗിക്കുക ജീവൻ്റെ അപ്പത്തെക്കുറിച്ച്, സ്വർഗത്തിൽ നിന്നുള്ള അപ്പത്തെക്കുറിച്ച്. അപ്പോൾ ചിലർ പറഞ്ഞു, ഇത് കഠിന വാക്കുകൾ എന്ന് പറഞ്ഞ് ഇവർ പിരിഞ്ഞുപോയി. അന്നേരം പിരിഞ്ഞു പോയ അവസരത്തിൽ കർത്താവ് ചോദിച്ചു, പത്രോസിനോടും മറ്റുള്ള 12 പേരോടും ചോദിച്ചു, നിങ്ങൾക്കും പോകാൻ മനസ്സുണ്ടോ? പത്രോസ് പറഞ്ഞു, ഞങ്ങൾ എവിടെ പോകും? നിത്യജീവൻ്റെ മൊഴികൾ നിൻ്റെ പക്കൽ ഉണ്ടല്ലോ. അപ്പോൾ ദൈവത്തിൻ്റെ, കർത്താവിൻ്റെ അടുക്കിലേക്ക് ആളുകൾ വരികയും
അവർക്ക് കേൾക്കാൻ ഇഷ്ടമില്ലാത്ത കാര്യം പറയുമ്പോൾ പോവുകയും അവർക്ക് സ്വീകരിക്കേണ്ട കാര്യങ്ങൾ കേൾക്കാൻ വരികയും പകൽ വരാൻ പറ്റിയില്ലെങ്കിൽ രാത്രി വരികയും ഒക്കെ ചെയ്യുന്ന ഒരു പതിവായിരുന്നു കർത്താവിൻ്റെ ഈ 3.5 വർഷത്തെ ശുശ്രൂഷയുടെ കാലത്ത്. ഇനി വരാൻ പറ്റാത്തവരുടെ അടുക്കിലേക്ക് കർത്താവ് അങ്ങ് ചെല്ലുകയും ചെയ്യുമായിരുന്നു. ശമര്യക്കാരിയുടെ കഥയൊക്കെ പറയുന്ന പോലെ അല്ലേ, അല്ലെങ്കിൽ ആ 10 കുഷ്ഠരോഗികളുടെ കാര്യം പറഞ്ഞ പോലെ അവർക്ക് എവിടെയും പോകാൻ പറ്റുകയില്ല. ആ സ്ഥലത്ത് മാത്രം ഇരിക്കാൻ പറ്റുള്ളൂ. പക്ഷേ കർത്താവ് അവരുടെ മധ്യത്തിലേക്ക് ചെല്ലുക. കർത്താവ് എന്ന് വെച്ചാൽ ആ കഥയുടെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ദൈവം അങ്ങനെ അവരുടെ ഇടയിലേക്ക് ചെല്ലുകയാണ്, അല്ലെങ്കിൽ അവരവരുടെ കർത്താവിലേക്ക് വരികയാണ്. ഈ മനുഷ്യനും പുരുഷാരത്തിൽ ഭാഗമായിരുന്നു. പക്ഷേ ഈ പുരുഷാരത്തെ കർത്താവ് പഠിപ്പിച്ച് കഴിയുമ്പോൾ ഒരു കാര്യം സംഭവിക്കും. ഇതിനെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ ചോദിക്കും അല്ലേ, ഇല്ലെങ്കിൽ ഇഷ്ടമില്ലാത്തവർ പോകും. ഇത് കർത്താവ് ഇത് പഠിപ്പിക്കുന്ന അവസ്ഥയിൽ പരീശന്മാർ വന്ന് ചോദിച്ചു, സ്വർഗത്തിൽ അല്ലെങ്കിൽ ഈ ഇങ്ങനൊരു ഉദാഹരണം, അവർ യഹൂദന്മാർ വന്ന് ചോദിച്ചു, കൈസർക്ക് നികുതി കൊടുക്കുന്നത് ശരിയോ തെറ്റോ, അല്ലെങ്കിൽ പുനരുദ്ധാനത്തിൽ ഇവൾ ഒരാൾ ആർക്ക് ഭാര്യയാകും? ചോദ്യങ്ങളാണ്. കർത്താവ് പഠിപ്പിച്ച് കഴിയുന്ന അവസരത്തിൽ ജനത്തിന് ഒരുപാട് ചോദ്യങ്ങളുണ്ട് അതുമായി ബന്ധപ്പെട്ട. ചിലത് അനുകൂലമായ വിധത്തിലുള്ള ചോദ്യങ്ങളായിരിക്കാം, ചിലപ്പോൾ കർത്താവിനെ കൊടുക്കുവാനുള്ള ചോദ്യങ്ങളായിരിക്കാം. പക്ഷേ കർത്താവിന് പഠിപ്പിക്കലെല്ലാം എവിടെയാണ് ചെന്ന് അവസാനിക്കുന്നത്? സത്യത്തിൽ ഒന്നുകിൽ വിവാദത്തിലേക്കോ പ്രതിവാദത്തിലേക്കോ, അല്ലെങ്കിൽ അതിനെ സ്വീകരിക്കുന്ന ഒരവസ്ഥയിലേക്കോ, അല്ലെങ്കിൽ അവരെല്ലാം കണ്ട് വിസ്മയിക്കുന്ന അവസ്ഥയിലേക്കോ ഒക്കെ അത്ഭുതങ്ങൾ കടന്നു വരുന്നേ. പക്ഷേ ഈ സംഭവത്തിൽ സംഭവിക്കുന്ന അതല്ല. ഒരുത്തൻ പുരുഷാരത്തിലിരിക്കുന്നു. ആ പുരുഷാരത്തിലിരിക്കുന്ന മനുഷ്യൻ കർത്താവ് പഠിപ്പിച്ചുകൊണ്ടിരുന്ന അവസരത്തിൽ ഒരു പക്ഷേ സത്യത്തിൽ ആ ഭാഗ്യം 12-ാം അധ്യായം വായിച്ചു കഴിഞ്ഞാൽ കർത്താവ് ലൂക്കോസിന് സുവിശേഷം 1 മുതൽ 12 വരെ പറയുന്ന കാര്യങ്ങൾ പിന്നീട് കർത്താവ് തുടരുകയാണ് 35-ാം വാക്യം മുതൽ. അതിനർത്ഥം ഈ കർത്താവിൻ്റെ പ്രസംഗത്തെ ഇവൻ തടസ്സപ്പെടുത്തിയെന്നുള്ളതാണ്. കർത്താവിൻ്റെ പ്രസംഗത്തെ എന്ത് ചെയ്തു? ഇവൻ തടസ്സപ്പെടുത്തി. എന്തുകൊണ്ട് തടസ്സപ്പെടുത്തി? കർത്താവിൻ്റെ പ്രസംഗത്തെ ഇവൻ തടസ്സപ്പെടുത്തിയതിൻ്റെ കാരണം ഇവൻ്റെ ഉള്ളിൽ അവനവിടെ വന്നത് കർത്താവിൻ്റെ ഉപദേശം കേൾക്കാനല്ല. അവിടെ ഇരിക്കുമ്പോൾ അവൻ ചിന്തിച്ചു കൊണ്ടിരുന്നത് കർത്താവ് പറയുന്ന കാര്യങ്ങളുമായി അവനെന്ത് റിലേറ്റ് ചെയ്യല്ലായിരുന്നു. അവൻ്റെ മനസ്സ് മുഴുവൻ ഇയാളൊന്ന് നിർത്തിക്കഴിഞ്ഞാൽ ഈ കാര്യം പറഞ്ഞിടന്ന് പോകണമെന്നായിരുന്നു. അവൻ്റെ മനസ്സിനെ ഭരിക്കുന്നത് എന്തായിരുന്നു? അവൻ്റെ മനസ്സിനെ ഭരിക്കുന്നത് അവൻ്റെ അവകാശത്തെക്കുറിച്ചുള്ളതായ ചിന്തയായിരുന്നു. അവൻ ഇത്രയും നേരം കാത്തിരുന്ന എന്താ? ഈ കർത്താവ് ഒന്ന് നിർത്തിയിട്ട് വേണം എന്ത് കാര്യം ചോദിക്കാൻ. ഇത് വീട് വരെ ഒന്ന് വരാമോ, ചേട്ടനോട് ഈ കാര്യം ഒന്ന് പറയാമോ എന്ന് പറയാനായിട്ട് കാത്തിരിക്കുക. മിക്കവാറും എല്ലാ സഭായോഗത്തിലും നമ്മൾ പാസ്റ്റർ പ്രസംഗിക്കുമ്പോൾ ചെയ്യുന്നത് പോലെ. എങ്ങനെ? നമ്മൾ വേറെ ഒക്കെ ചിന്തിക്കുന്നേ. പാസ്റ്റർ അവിടെ കീറി പ്രസംഗിക്കുന്നു, ടേബിളിലിട്ട് അടിക്കുന്നു, എന്തെല്ലാം കാണിച്ചാലും നമ്മുടെ മനസ്സ് മുഴുവൻ വേറെ വലുതോ. ഏതാ? കർത്താവ് പറഞ്ഞ ലോകത്തിൻ്റെ ചിന്തകൾ, ധനത്തിൽ സമ്പാദന വിഷയങ്ങൾ, മോഹങ്ങൾ, ഇതൊക്കെ നമ്മൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലൊരു കൊച്ചു ചോദിച്ചു, ഈ കൊച്ചുങ്ങൾക്ക് സാധാരണ ചർച്ചയിൽ പോകുന്നൊക്കെ ഒരു ബോറടിച്ച പരിപാടിയാണ്. അതുകൊണ്ട് കൊച്ചുങ്ങൾ ആ സമയത്ത് വേറെ ചർച്ച അല്ലെങ്കിൽ ഒരു സൺഡേ സ്കൂളൊക്കെ ഉണ്ടാകുന്ന നല്ലത്. അവനിങ്ങനെ ബോറടിച്ചിരിക്കുക. അല്ല, അത് കുറച്ച് കഴിഞ്ഞിട്ട് ഈ സ്വോത്രാഴ്ചയുടെ സമയം വന്നു. സ്വോത്രാഴ്ചയുടെ സമയം വന്നപ്പോഴേ എൻ്റെ അമ്മ ഒരു 2 രൂപയുടെ നോട്ടോ 10 രൂപയുടെ നോട്ടോ എടുത്ത് അവൻ്റെ കൈ കൊടുത്തു. അത് പറഞ്ഞു ആ സഞ്ചി വരുമ്പോൾ അതിലോട്ട് ഇട്ടേക്കണം എന്ന് പറഞ്ഞു. അന്നേരം അവന് മുഖം അങ്ങ് തിളങ്ങി. ഈ 10 രൂപയുടെ നോട്ട് കിട്ടി അതിലിട്ട് ചെയ്യാൻ പറഞ്ഞു. ആ ചുവന്ന സഞ്ചി വരുമ്പോൾ അതിലോട്ടങ്ങ് ഇട്ടേക്കണം മോനെ, സ്വോത്രാഴ്ച ഇട്ടേക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് അവൻ ചോദിക്കുക അമ്മോട്, മമ്മി ഇതങ്ങ് കൊടുത്താൽ നമുക്ക് പോകാൻ പറ്റുമെന്ന്, ഇവർ വിട്ടയക്കുമെന്ന്, ഇത് കൊടുത്താൽ നമ്മളെ പറഞ്ഞു വിടുമെന്ന്, നമുക്ക് പോകാമോ എന്ന്. അതായത് മടുത്തു. അപ്പം അമ്മ വിചാരിച്ച് ഇത് കൊടുത്തു കഴിഞ്ഞാൽ ക്യാൻ വി ഗോ ആഫ്റ്റർ വി ഗിവ് ഇറ്റ് എന്ന് അവൻ ചിന്തിച്ചേ. എന്ന് പറഞ്ഞ പോലെ ഈ പ്രീ ഓക്യുപ്പേഷനാണ്. നമ്മുടെ മനസ്സ് മുഴുവൻ എന്താ? പണമാണ്. എങ്ങനെയാ? മോളുടെ അഡ്മിഷൻ്റെ കാര്യം, ജോലിയുടെ കാര്യം, വിവാഹത്തിൻ്റെ കാര്യം, നമ്മുടെ തന്നെ ജോലിയുടെ കാര്യം, വീട്ടുകാര്യങ്ങൾ. ഇത് നമ്മുടെ ഹൃദയത്തെ ഭരിക്കുകയാണ്. ഇതിനെ മാറ്റി നിർത്താൻ കഴിയുന്നതാണ് ഈ ഞാൻ നേരത്തെ പറഞ്ഞ 3 ബോൾസിൻ്റെ കാര്യം പറഞ്ഞേ. 3 ഗോളങ്ങൾ. ഈ 3 ഗോളങ്ങൾ അലൈൻ ചെയ്യാൻ കഴിയുന്നത് എങ്ങനെയാണ്? നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ മധ്യത്തിൽ ഈ ചിന്തകൾ വരാതിരിക്കും. ഇവൻ്റെ പ്രീ ഓക്യുപ്പേഷൻ അതാ. ഇറ്റ്സ് ജസ്റ്റ് വെയിറ്റിംഗ് ഫോർ എൻ ഓപ്പർച്യൂണിറ്റി.
ഇനി ഈ മനുഷ്യൻ്റെ പ്രശ്നം കർത്താവ് എടുത്തു കാണിക്കുക. കർത്താവ് പറഞ്ഞു ഇത്രയേ ഉള്ളൂ. ഈ മനുഷ്യൻ ഒന്നും പറഞ്ഞില്ല, ഇവൻ ഇത്രയേ പറഞ്ഞുള്ളൂ. കർത്താവ് പറഞ്ഞു സകലവിധ ദ്രവ്യാഗ്രഹം എന്ത് ചെയ്തുവിൻ വിട്ട് ഒഴിഞ്ഞുകൊള്ളുവിൻ. ഇവിടെ ദ്രവ്യാഗ്രഹം എന്നുള്ള പദമാണ് മലയാളത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ മൂലഭാഷ ദ്രവ്യാഗ്രഹം എന്നുള്ള പദമല്ല ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും നിങ്ങളുടെ ഇംഗ്ലീഷ് വേദപുസ്തകത്തിലെല്ലാം അവിടെ ഒരുപക്ഷെ കവച്ചസ്നെസ് എന്നായിരിക്കും എഴുതിയിരിക്കുന്നത്. അത്യാഗ്രഹം എന്നേ പറയാൻ പറ്റുള്ളൂ. ആ പദത്തിന് എത്രയേ ഉള്ളൂ, ക്രേവിങ് ഫോർ മോർ, അതായത് കൂടുതൽ വേണമെന്നുള്ള ആഗ്രഹത്തെക്കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പണവും ആണെങ്കിൽ ആ അത്യാഗ്രഹം, അല്ലെങ്കിൽ ഇനിയും കൂടുതൽ വേണമെന്ന് എന്നുള്ള ചിന്ത പണത്തെക്കുറിച്ചാണെങ്കിൽ, ദ്രവ്യത്തെക്കുറിച്ചാണെങ്കിൽ അത് ദ്രവ്യാഗ്രഹമാകുന്നു. പ്രശസ്തിയെക്കുറിച്ചാണെങ്കിൽ അത് അത്യാഗ്രഹമായ അല്ലെങ്കിൽ പ്രശംസയ്ക്കുള്ളൊരു ആഗ്രഹമായി മാറുന്നു. അത് സ്വാധീനത്തിന് വേണ്ടിയാണെങ്കിൽ, മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ പല വിധത്തിലെടുക്കാം. ഇവിടെ കർത്താവ് ഒരു ജനറൽ ടേം ഉപയോഗിച്ച്, ഏതാ ജനറൽ ടേം? അതായത് എനിക്ക് ഇനിയും എന്ത് വേണം, കൂടുതൽ വേണം. ഈ മനുഷ്യൻ ചോദിച്ചത് അവൻ്റെ ജീവിതം കഴിയാനല്ല, അവന് ഉള്ളതിലേക്കാൾ കുറച്ചുകൂടെ കിട്ടാനുണ്ട് എന്നുള്ള ബോധത്തിൽ നിന്നാണ് ചോദിച്ചത്. അവന് സത്യത്തിൽ എന്ത് കാണാം, ഇപ്പോൾ ജീവിക്കാനുള്ളത് കണ്ടേക്കാം, പക്ഷേ എനിക്ക് ഇനിയും കിട്ടാനുണ്ട്. അതെന്താ? എൻ്റെ പിതാവിൻ്റെ അവകാശവും കൂടെ കിട്ടാനുണ്ട്. കർത്താവ് ശാസിച്ചത് ഇതിനെയാണ്. എന്താണ്? അത്യാഗ്രഹത്തെ. സകല വിധത്തിലുള്ള അത്യാഗ്രഹം എന്ത് ചെയ്യണം? സൂക്ഷിച്ച് കൊള്ളുവിൻ. എങ്ങനെ വായിക്കുന്നേ? സൂക്ഷിച്ച് ഒഴിഞ്ഞ് കൊള്ളുവിൻ. സകല ദ്രവ്യാഗ്രഹം എന്നുള്ളതിന് പകരം സകല അത്യാഗ്രഹവും സൂക്ഷിച്ച് ഒഴിഞ്ഞു കൊള്ളുവിൻ. ഒരുത്തിന് സമൃദ്ധി ഉണ്ടായാലും അവൻ്റെ വസ്തുവകയല്ല അവൻ്റെ ജീവന് ആധാരമായിരിക്കുന്നത് എന്ന് പറഞ്ഞ ശേഷം ഒരു ഉപമയും എന്ത് ചെയ്തു അവരോട് പറഞ്ഞു. എവിടെയാണ് അത്യാഗ്രഹം മുളയ്ക്കുന്നത്? എവിടെ നിന്നാണ്? നമുക്ക് പോരാ, ഇത് പോരാ, ഇനിയും വേണം, അത് കിട്ടിക്കഴിയുമ്പോൾ ഇനിയും വേണം എന്നുള്ള ആ അത്യാഗ്രഹം മുളയ്ക്കുന്നത് എവിടെ നിന്നാണ്? അത്യാഗ്രഹം മുളയ്ക്കുന്ന മുള എന്ന് പറയുന്നത് നാം ജീവിതത്തിൽ എന്തിനെയാണ് പ്രധാനമാണെന്ന് കാണുന്നതെന്നനുസരിച്ചിരിക്കും. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള നമ്മുടെ ചിന്തയിൽ ഏതിനാണ് നാം പ്രാധാന്യം കൊടുക്കുന്നത്, അതിൽ നിന്നായിരിക്കും എന്ത് മുളയ്ക്കുന്നത്? ഈ അത്യാഗ്രഹം മുളയ്ക്കുന്നത്. പണമാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ കാര്യമെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആ അത്യാഗ്രഹം എന്തായി മാറുന്നു? കൂടുതൽ പണം കിട്ടാനുള്ള ആഗ്രഹമായി മാറുന്നത് കൊണ്ട് അത് ദ്രവ്യാഗ്രഹമായി മാറുന്നു. പ്രശസ്തിയാണ് ഏറ്റവും വലിയ കാര്യം ജീവിതത്തിലെന്ന് ചിന്തിക്കുന്നവർക്ക് പ്രശസ്തിക്കുള്ളതായ ഒരു പരക്കം പാച്ചിൽ അവർ അത്യാഗ്രഹമാണ്. ഇപ്പോൾ മനസ്സിലായോ? ചിലർക്കുണ്ട് ചില പ്രത്യേക സാധനങ്ങളാണ് അവരുടെ ജീവിതത്തിലെ കാര്യം. കാറ്. ഒരാളെന്നോട് പറഞ്ഞു, ഞങ്ങൾ 2 വർഷത്തിലപ്പുറം ഒരു കാർ ഉപയോഗിക്കാറില്ലെന്ന്. ഒരാളെന്നോട് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞു ഞങ്ങൾ 6 വർഷം പഴക്കമുള്ള കാറേ ഞാൻ വാങ്ങാറുള്ളൂ എന്ന്. കാരണം എന്നെ കൊണ്ട് അതാ പറ്റത്തുള്ളൂ. യൂസ്ഡ് കാർ, മഹീന്ദ്ര ഫസ്റ്റ് ചോയ്സും അല്ലെങ്കിൽ മാരുതി ഇതൊക്കെയല്ലേ ഫസ്റ്റ് ബെസ്റ്റ് വാല്യൂ ഒക്കെ നമ്മുടെ സ്ഥലം. ഞാൻ പറഞ്ഞത് ആ മനുഷ്യന് ഏറ്റവും വലിയ പ്രധാനമുള്ള വിഷയം എന്താ? എല്ലാ 6 മാസവും എന്ത് ചെയ്യുക, അല്ലെങ്കിൽ ഒരു വർഷവും 12 മാസം കഴിയുമ്പോൾ വാറണ്ടി പീരീഡ് കഴിയുമ്പോൾ പുതിയ കാറ് മേടിക്കില്ല. കാരണം അയാളുടെ ജീവിതത്തിന് ഏതാ പ്രാധാന്യം? പുതിയ കാറിൽ ഹോളിൽ പോകുന്നതാണ് പുള്ളിക്ക് വിഷയം. എല്ലാ വർഷത്തിലും പുതിയ കാർ എവിടെ കൊണ്ട് പാർക്ക് ചെയ്യണം? ഹോളിൻ്റെ മുന്നിൽ പാർക്ക് ചെയ്യുന്നതാണ് പുള്ളിയുടെ ജീവിതത്തിലെ പ്രധാനം. കാറില്ലാഞ്ഞിട്ടല്ല, നടക്കാൻ വയ്യാഞ്ഞിട്ടുമല്ല, പക്ഷെ എന്താ? ക്രേവിങ് ഫോർ മോർ. എനിക്കെന്ത് വേണം? ഇനിയും വേണം, കൂടുതൽ വേണം. സഭയിൽ വിശ്വാസിയായാൽ മാത്രം പോരാ. ഇച്ചിരി പണമൊക്കെ ഉള്ളതുകൊണ്ട് ഒരു ആശീർവാദത്തിനുള്ളൊരു അവസരം കൂടെ കിട്ടണം. ഇല്ലെങ്കിലൊരു അസ്വസ്ഥത, അതും ഒരു അത്യാഗ്രഹമാണ്. മനസ്സിലായോ? കാരണം എന്താ? ഈ സാധാരണ ആളുകൾക്ക് ആവശ്യം ഈ ആശീർവാദം പറയുന്നതിനോടാണ് പിടുത്തം. കാരണം അത് ഇപ്പം കണപടം പഠിക്കാമല്ലോ. ഈ പ്രബോധനമൊക്കെ അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ പ്രബോധനത്തെക്കാളേറെ മാന്യതയുമുണ്ട് ഈ അവസാനത്തെ പ്രാർത്ഥന ആശീർവാദം കൂടെ കിട്ടിയാലേ വലിയ ബുദ്ധിമുട്ടുമില്ല താനും. ഇത് കണപടം പഠിക്കുന്ന കാര്യമുള്ളൂ താനും. ഞാൻ പറഞ്ഞത്
പോരാ. എനിക്കൊരു സാധാരണ വിശ്വാസിയായാൽ പോരാ. എനിക്ക് ആരാകണം? എനിക്കൊരു മൂപ്പനാകണം. എനിക്ക് അവിടെ ഇരുന്നാൽ പോരാ. എനിക്ക് എവിടെ ഇരിക്കണം? പ്രസംഗിക്കുന്ന ഉപദേശിയുടെ പൃഷ്ഠഭാഗം കാണുന്ന വിധത്തിലുള്ള സ്ഥാനമാണ് എനിക്ക്, പിൻഭാഗം. എനിക്ക് മനസ്സിലാകുന്നില്ല. ഇവിടെയാ മെയിൻ സ്ഥലം. പല സഭകളിലും നിങ്ങൾ ആരെങ്കിലുമൊക്കെ അവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അടുത്ത ഞായറാഴ്ച പോയി താഴെ പോയിരിക്കും. ഇവിടെ ഇരിക്കണം. കാരണം എന്താ? ഇതാണ് ഒരു സ്ഥാനം. അവിടെ ഇരിക്കത്തേക്കാൾ വലിയ സ്ഥാനമാണ് ഇത്. ഇതൊരു അത്യാഗ്രഹമാണ്. കർത്താവ് പറഞ്ഞത് സകലവിധ അത്യാഗ്രഹം ചെയ്തുകൊള്ളുവേൻ. എന്ത് ചെയ്യണം? സൂക്ഷിച്ചൊഴിഞ്ഞുകൊള്ളുവേൻ. സൂക്ഷിച്ച്, അതായത് 2-3 കാര്യങ്ങൾ അവിടെ ആ വാക്യത്തിൽ. ഒന്ന്, അത്യാഗ്രഹം ഒരു തരമല്ല, പലതരമുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് എന്തെന്ന്? സകലവിധ അത്യാഗ്രഹം. 2, കർത്താവ് പറഞ്ഞത് ഇത് ഒഴിഞ്ഞുകൊള്ളുവാനല്ല പറഞ്ഞേ, ഇതേതാണ് എൻ്റെ അത്യാഗ്രഹം എന്ന് മനസ്സിലാക്കിയിട്ട് അത് ഒഴിഞ്ഞുകൊള്ളണം. മനസ്സിലായോ? അലർജിയല്ല ഇത്. അലർജി ഉണ്ടാക്കുന്ന അലർജം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അത് ചികിത്സിക്കാനാണ് പറഞ്ഞത്. എനിക്ക് തുമ്മലുണ്ടാക്കുന്നത് പൂമ്പൊടിയാണോ തേമ്പൊടിയാണോ വെറും കാറിൻ്റെ പുകയാണോ എന്ന് മനസ്സിലാക്കി വേണം ഞാൻ ചികിത്സിക്കാൻ. അലർജി മാത്രമല്ല, സകലവിധ അത്യാഗ്രഹവും, അതായത് പലവിധ അത്യാഗ്രഹമുണ്ട്. ഇതെല്ലാം നാം തന്നെ ശോധന ചെയ്തിട്ട് എൻ്റെ അത്യാഗ്രഹം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കണം. പിന്നെ കാരണം അത്യാഗ്രഹം ധനവാൻ്റെ മാത്രം രോഗമല്ല, ദരിദ്രൻ്റെയും കൂടെ രോഗമാണ്. അത്യാഗ്രഹം പണമില്ലാത്തവനുള്ളതല്ല. അത്യാഗ്രഹം അവന് മാത്രമല്ല, കൂടുതൽ പണമാണ്. ഏറ്റവും കൂടുതൽ പണമുള്ളവനെയും ഒരുപോലെ ബാധിക്കുന്നതാണ് അത്യാഗ്രഹം. ഇല്ലായ്മ നികത്താൻ ആഗ്രഹിക്കുന്നതല്ല അത്യാഗ്രഹം. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഇല്ലായ്മ നികത്താൻ ആഗ്രഹിക്കുന്നതല്ല അത്യാഗ്രഹം. ഉള്ളതിനെ കൂടെ കൂടുതൽ കൂട്ടാൻ ആഗ്രഹിക്കുന്നതാണ് എന്ത്? അത്യാഗ്രഹം. എൻ്റെ ജീവിതത്തിൽ ഞാൻ ആരോടെങ്കിലും സാമ്പത്തികത്തിൻ്റെ വിഷയം ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തൃപ്തിയായെന്ന് പറഞ്ഞ ഒരു വ്യക്തി ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ അതേസമയം ബുദ്ധിമുട്ടാണ് സാറേ ഇപ്പോൾ എന്ന് പറയുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുള്ളൂ. എത്ര ധനവാനായാലും അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും, സാറേ ഇപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, കാര്യങ്ങളൊക്കെ ഇത്തിരി വിഷമമാണ് എന്നേ പറയത്തുള്ളൂ. പക്ഷേ അവരുടെ ബാങ്കിലിരിക്കുന്നത് എനിക്കറിയാം, അവരുടെ ജീവിതം മുഴുവൻ ജീവിക്കാനുള്ള കാശ് അവരുടെ ബാങ്കിൽ കിടപ്പുണ്ട്. എന്നിട്ട് എന്തെന്നാ പറയത്തുള്ളൂ? നമ്മളെല്ലാവരും, ഞാനടക്കം, മുട്ടുണ്ടെന്നേ പറയത്തുള്ളൂ. കാരണം എന്താ? ഒരു തികഞ്ഞെന്നുള്ളൊരു ബോധം നമുക്ക് വരാറില്ല. ഇത് ഈ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ധനവാനെയും ബാധിക്കുന്ന രോഗമാണ്, ദരിദ്രനെയും ഒരുപോലെ ബാധിക്കുന്ന രോഗമാണ്. പണം ഉണ്ടായതുകൊണ്ട് അത്യാഗ്രഹം നിലയ്ക്കുന്നില്ല. പണം ഉള്ളതുകൊണ്ട് ആയിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നില്ല? അത്യാഗ്രഹം നിലയ്ക്കുന്നില്ല. കർത്താവ് പറഞ്ഞത് ഈ റെമഡിയുണ്ട്. എന്താണ് റെമഡി? അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ നോക്കാം, എന്താണ് ഗ്രീഡ്? എന്താണ് ദ്രവ്യാഗ്രഹം എന്ന് പറഞ്ഞാൽ? ദ്രവ്യാഗ്രഹം എന്ന് പറഞ്ഞാൽ ഒരു ലിമിറ്റ് പറഞ്ഞാൽ, ദ്രവ്യാഗ്രഹം ഈസ് ടു ഡിസയർ ടു ഹാവ് മോർ. നമ്മുടെ ആവശ്യത്തിലധികം നമുക്ക് വേണമെന്ന് ചിന്തിക്കുന്നതിനെയാണ് ദ്രവ്യാഗ്രഹം എന്ന് ഡിക്ഷണറിയിൽ അർത്ഥം. നമുക്ക് ആവശ്യമുള്ളതിലധികം വേണമെന്ന് ചിന്തിക്കുന്ന. പക്ഷെ നമ്മുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? ഇവിടെ ഇരിക്കുന്ന പലർക്കും ഒരു കാർ ആവശ്യമാണ്. പലർക്കും. കാരണം ജോലിക്ക് പോകാൻ കാറില്ലാതെ പറ്റില്ല, ബിസിനസ്സിന് പോകാൻ കാറില്ലാതെ പറ്റില്ല. ഭാര്യയ്ക്കും ജോലിയുള്ളവർ കാണും, അവർക്കൊരു പക്ഷേ 2 കാറ് വേണ്ടി വന്നേക്കാം. അപ്പോൾ 2 കാറുള്ളത് തെറ്റാണോ? അല്ല, അവരുടെ നീഡാണ് എന്ത്? 2 കാറ്. ചിലർക്ക് 3 കാറ് വേണ്ടി വരും. അപ്പോൾ ഒരു കാറുള്ളതോ അല്ലെങ്കിൽ കാറില്ലാത്തതാണ് വിശുദ്ധ ജീവിതമെന്നും ശരിയായ ദൈവഭക്തിയെന്നും കാറുള്ളത് പാപമാണെന്ന് ചിന്തിക്കുന്നതല്ല ശരി. ഓരോരുത്തരുടെ ആവശ്യമനുസരിച്ചാണ് നമ്മൾ എന്ത് ചിന്തിക്കുന്നത്? ഈ ആവശ്യത്തിലധികമുള്ളതിനെ ഞാൻ ഗ്രീഡ് എന്ന് പറയുന്നത്. നീഡിലപ്പുറം ആഗ്രഹിക്കുന്നതാണ് ഗ്രീഡ്. പക്ഷെ ഒരാളുടെ നീഡ് എന്താ? അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഗ്രീഡ് എന്താണെന്ന്, ദ്രവ്യാഗ്രഹം എന്താണെന്ന്, അത്യാഗ്രഹം എന്താണെന്ന് നിശ്ചയിക്കാൻ കഴിയുകയില്ല. അത്യാഗ്രഹം നിശ്ചയിക്കുന്നത് വേറെ പല മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ്.
അത്യാഗ്രഹത്തിൻ്റെ ഒരു മാനദണ്ഡം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ അവകാശങ്ങൾ നിഷേധിച്ചുകൊണ്ട് നാം നേടാൻ ശ്രമിക്കുന്നതിനെ അത്യാഗ്രഹം എന്ന് പറയുന്നത്. ഒരു വശം മറ്റുള്ളവർക്ക് ന്യായമായി ലഭിക്കേണ്ടതിനെ പിടിച്ച് പറ്റുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, അത്യാഗ്രഹത്തിൽ പല വിധത്തിൽ കാണാം. അതിനെയാണ് എന്ന് പറയുന്നത് അത്യാഗ്രഹം എന്ന് പറയുന്നത്. നമ്മൾ കൊച്ചു കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള അതാ. കൊച്ചു കുഞ്ഞുങ്ങൾ വളർന്നു വരുന്ന അവസരത്തിൽ നാം ഒരു കേക്ക് മുറിക്കുന്ന അവസരത്തിൽ ഒരു കൊച്ച് നോക്കുന്നത് ആ കൊച്ചിന് കിട്ടിയ കഷ്ണത്തിലേക്കല്ല സാധാരണ നോക്കാറ്. എടിക്കാൻ നോക്കാറ് മറ്റേ കൊച്ചിന് കൊടുത്ത കഷ്ണത്തിലേക്കാണ് നമ്മൾ നോക്കാറ്. നമ്മൾ അങ്ങനെയാണ് വളർന്നത് അല്ലേ? എല്ലാ കൊച്ചുങ്ങളും എന്തെങ്കിലും അവർക്ക് കൊടുക്കുന്ന അവസരത്തിൽ അവർക്ക് കിട്ടിയതിനേക്കാൾ അതിലല്ല അവരുടെ ഫോക്കസ് മുഴുവൻ എപ്പോഴായിരിക്കും മറ്റുള്ളവർക്ക് കിട്ടിയതില്ല. ഈ ബാല്യ അവസ്ഥയിൽ നിന്ന് നാം വളർന്നു വരികയാണ്. ഇത് വളർന്നു വരുന്ന അവസരത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാവുകയാണ്, നമ്മുടെ ചിന്തയുടെ ഭാഗമായത്. ഇത് വെച്ചാൽ നമ്മൾ ജനിച്ചത്, ഇതുകൊണ്ടാണ് നമ്മൾ ജനിച്ചത്. ഇതും കൊണ്ട് ജനിച്ചതുകൊണ്ട് ഇതാണ് നമ്മളെപ്പോഴും നോക്കുന്നത്. അപ്പോൾ അവനുള്ളത് എനിക്ക് കിട്ടണം എന്ന് വെച്ചാൽ അവൻ്റെ അവകാശം നിഷേധിച്ച് അവൻ്റെ അവകാശം അവന് ന്യായമായി കിട്ടുന്നത് എനിക്കാകണമെന്ന് ചിന്തിക്കുന്നതാണ് അത്യാഗ്രഹം. അപ്പോൾ അവിടെ വരുന്ന അത്യാഗ്രഹത്തിന് വരുന്ന വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാം മറ്റുള്ളവരുടെ എന്ത് ചെയ്യുന്നു, അവകാശങ്ങൾ നിഷേധിക്കുകയോ അപഹരിക്കുകയോ ചെയ്യുന്ന ഒരവസ്ഥ വരും. അതാണ് അത്യാഗ്രഹം എന്ന് പറഞ്ഞത്. ആരുടെയെങ്കിലും ഒരു അവകാശം നിഷേധിക്കാതെ നമുക്ക് കൂട്ടിവെക്കാൻ കഴിയുകയില്ല. നീഡ്, ഗ്രീഡ് എന്നുള്ള വിഷയം. രണ്ടാമത് ഗ്രീഡ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അത്യാഗ്രഹം എന്ന് പറഞ്ഞാൽ നമ്മുടെ മുൻഗണനകളെക്കുറിച്ചും ഉള്ളൊരു കാര്യമാണ്. മുൻഗണനകളെ സംബന്ധിച്ചിരിക്കും. എന്തിനാണ് നാം പ്രയോറിറ്റി കൊടുക്കുന്നത് ജീവിതത്തിൽ? എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താ? ചിലർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും പുതിയ പുതിയ സാരി ഇടുന്നത്, ആ വിഷയം അണിയുന്നത്, ചിലർക്ക് വിഷയം അവർക്കതാ. പക്ഷെ അത്യാഗ്രഹത്തിൽ നിന്നുള്ള ഒരു വീണ്ടെടുപ്പ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇന്ന് പല പ്രോസ്പെരിറ്റിക്കാരും പറഞ്ഞാൽ അത്യാഗ്രഹത്തിൽ നിന്നുള്ള വിടുതലെന്ന് പറഞ്ഞാൽ അതൊരു ചിന്തയല്ലാതെ വരിക. ഞാൻ എന്താണ് ഉടുക്കുന്നത്? ഞാൻ ഉടുക്കുന്നതല്ല ഇവിടെ വിഷയം. സത്യത്തിൽ അവൾ ഉടുക്കുന്നതാണ് ഞാൻ ഉടുക്കുന്നത് നിശ്ചയിക്കുന്നത്. ആര്? ഏതെങ്കിലും ഒരു അവൾ ഉടുക്കുന്നതാണ് ഞാൻ ഉടുക്കുന്നതിനെ നിശ്ചയിക്കും. ഞാൻ കോൺഷ്യസ്ലി ഈ ഭാഗത്തോട് നോക്കിയിട്ടാ പറയുന്നേ, എനിക്ക് ആ മുഖം കാണാൻ വയ്യ അവരുള്ളവർ. സഹോദരന്മാരെ സംബന്ധിച്ചും അത് തന്നെയാണ് കാര്യം അല്ലേ? നിങ്ങൾ സത്യമാണ് ഞാൻ പറഞ്ഞേ. നമ്മുടെ എല്ലാം ജീവിതത്തിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത സഭയിലെ വിശ്വാസികൾ, നിങ്ങളറിയുന്ന ചില സഹോദരന്മാരുടെ ജീവിതത്തിലെ കാര്യം ഞാൻ പറയുന്നത്. അവരെല്ലാം ചിന്ത നമുക്ക് പ്രയോറിറ്റി എന്താ? എൻ്റെ പ്രയോറിറ്റി എന്താ? എൻ്റെ പ്രയോറിറ്റി കൂടുതൽ പണം ഉണ്ടാക്കണം. ദാറ്റ് ഈസ് ഗ്രീഡ്. എൻ്റെ ജീവിതത്തിലെ മുൻഗണന എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പ്രശസ്തനാകണം. അതാണ് ഗ്രീഡ്. പക്ഷേ മുൻഗണന ദൈവത്തിനും ദൈവരാജ്യത്തിനും കൊടുക്കുന്ന അവസരത്തിൽ മാത്രമേ ഗ്രീഡ് എന്ന് പറയുന്ന സാധനം അടങ്ങുകയുള്ളൂ. പ്രൈസ് ഗോഡ്. ദൈവത്തിനും ദൈവരാജ്യത്തിനും എന്തു ചെയ്യണം? മുൻഗണന കൊടുക്കുന്ന അവസരത്തിൽ എന്ത് ചെയ്യപ്പെടുന്നു? ഈ അത്യാഗ്രഹം എല്ലാം അങ്ങ് പോകും. അതിൻ്റെ അർത്ഥം നാം ഒരു ബാത്റൂം ഹവായി ചപ്പലിട്ട് ഓഫീസിൽ പോകണമെന്നല്ല അതിൻ്റെ അർത്ഥം. സിംപ്ലിസിറ്റി എന്ന് പറഞ്ഞാൽ വേറെ വിഷയമാണ്. ഇവിടുത്തെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോകത്തിൽ പലതുമല്ല നമ്മുടെ പ്രയോറിറ്റീസ്. നമ്മുടെ പ്രയോറിറ്റി എന്താ? ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, ഒരു മനുഷ്യൻ വന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ലവ് യുവർ ഗോഡ്. നീ ദൈവത്തെ എന്ത് ചെയ്യണം? ഇങ്ങനെയാ വാക്യം, മത്തായി സുവിശേഷം 22:36 മുതലുള്ള വാക്യങ്ങൾ. അത് കർത്താവ് പറഞ്ഞ കാര്യം ഇതാണ്: പൂർണ്ണ ഹൃദയത്തോടെ ലവ് ഗോഡ് വിത്ത് ഓൾ യുവർ ഹാർട്ട് ആൻഡ് ടു ലവ് അവർ നൈബേഴ്സ് ആസ് ourselves. ഈ ഗ്രീഡിൻ്റെ ഏറ്റവും വലിയ റെമഡിയെക്കുറിച്ചാണ് പറയുന്നത്. ദൈവത്തെ എന്ത് ചെയ്യണം? പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കണം. പിന്നെ നിൻ്റെ അയൽക്കാരനെ നിന്നെ പോലെ സ്നേഹിക്കണം. ഈ അത്യാഗ്രഹത്തിനുള്ള ഒരു വലിയ റെമഡി അതാ. എന്താ അത്യാഗ്രഹത്തിന് വലിയ റെമഡി? നമ്മെ പോലെ തന്നെ ആരെ സ്നേഹിക്കണം? അയൽക്കാരനെ. കർത്താവ് പറഞ്ഞതെല്ലാം വളരെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. നമ്മെപ്പോലെ അവരെ സ്നേഹിക്കാൻ തുടങ്ങുന്ന അവസരത്തിൽ നമുക്കെന്തില്ല? അവർക്ക്
ഒരു കാറുള്ളത് കൊണ്ട് നമ്മളൊരു കാറ് വാങ്ങുന്നില്ല. അവർക്ക് 2 വീടുള്ളതുകൊണ്ട് നമ്മൾ രണ്ടാമതൊരു വീടിന് പോകുന്നില്ല. അടുത്ത ഒരു ഉപമ ഞാൻ പഠിപ്പിക്കുന്ന അവസരത്തിൽ ഞാൻ വിഷയത്തെക്കുറിച്ച് പറയാം, കമ്പാരിസനെ കുറിച്ച്. കോമ്പറ്റേറ്റീവ് സ്പിരിറ്റ്, നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്ന കോമ്പറ്റേറ്റീവ് സ്പിരിറ്റ്, മത്സരബുദ്ധികളുണ്ട്. പക്ഷേ നാം അയൽക്കാരൻ നമ്മെപ്പോലെ തന്നെ സ്നേഹിക്കുന്നൊരവസ്ഥ വരുന്ന അവസരത്തിൽ നമുക്ക് മറ്റുള്ളവരുടെ നന്മയിൽ സന്തോഷിക്കാൻ കഴിയും. ഇല്ലെങ്കിൽ മറ്റുള്ളവരുടെ നന്മയെ നമ്മൾ അസൂയപ്പെടും. അതെല്ലാം വേണമെന്ന് നമുക്ക് തോന്നും. ഈ ഗ്രീഡ് എന്ന് പറഞ്ഞാൽ അത് എഫെസ്യ ലേഖനത്തിൽ ഒരു ദ്രവ്യാഗ്രഹമാണ്, വിഗ്രഹാരാധനയാണ്. എഫെസ്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിലും കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിലും നാം വായിക്കുന്നൊരു കാര്യമുണ്ട്. അതെന്താണ്? ദ്രവ്യാഗ്രഹം വിഗ്രഹ ആരാധനയാണ്. വിഗ്രഹത്തെ ആരാധിക്കുന്ന പോലെ ഇരിക്കും. കാരണം ഈ വിഗ്രഹത്തിനെ എന്നും ആരാധിച്ചില്ലെങ്കിൽ ഈ വിഗ്രഹം എന്ത് ചെയ്യും? കോപിക്കും. ഈ വിഗ്രഹമാണ് നമ്മുടെ ശ്രദ്ധ മുഴുവനും പിടിച്ച്. അവിടെ 3 കാര്യങ്ങൾ 2 തിമോത്തിയോസ് 3:2 പറയുന്നുണ്ട്. ഈ ഗ്രീഡ് എന്ന് പറയുന്നത് അടുത്ത കാര്യം വന്ന് ഗ്രീഡ് എന്ന് പറയുന്നത്, ദ്രവ്യാഗ്രഹം എന്ന് പറയുന്നത് വിഗ്രഹാരാധന മാത്രമല്ല, അതൊരു സ്വയ സ്നേഹവും കൂടെ. നമ്മെ തന്നെ എന്ത് ചെയ്യുക? സ്നേഹിക്കുക. അവിടെ മറ്റുള്ളവരെ അവഗണിക്കുക. രണ്ടും നടക്കുക. കർത്താവ് പറഞ്ഞു, നീ എന്ത് ചെയ്യണം? നിന്റെ അയൽക്കാരനെ നിന്നെപ്പോലെ സ്നേഹിക്കണം. കർത്താവ് പറയുന്ന ഈ നിന്നെപ്പോലെ സ്നേഹിക്കുക എന്ന് പറയുന്ന അവസരത്തിൽ അതിൻ്റെ നേരെ കോൺട്രഡിക്ഷനാണ് 2 തിമോത്തിയോസ് 3:2 കാണുന്നത്. സ്വസ്നേഹി, സ്വന്തം സ്നേഹിക്കുന്നവൻ, പിന്നെ ദ്രവ്യാഗ്രഹി, പിന്നെ ബന്ധങ്ങളെ മാനിക്കാത്തവൻ, അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവൻ. ഇതെല്ലാം ഈ ദ്രവ്യാഗ്രഹത്തിൻ്റെ വിവിധ ഭാഗങ്ങളാണ്. എന്തൊക്കെയാ? സ്വസ്നേഹി, എനിക്ക് ഇത്രയേ ഉള്ളൂ കാര്യം, എൻ്റെ കാര്യം നടക്കുമോ. പിന്നെ ദ്രവ്യാഗ്രഹം, ഇവിടെ അത്യാർത്ഥം എന്നല്ല വിളിക്കുന്നത്, ദ്രവ്യാഗ്രഹം, പണത്തോടുള്ള സ്നേഹം. മൂന്നാമത്തെ പല കാര്യങ്ങൾ പറയുന്നുണ്ട്. മൂന്നാമത്തെ ബന്ധങ്ങളെക്കുറിച്ച് ബോധമില്ല. കാരണം ബന്ധങ്ങൾ, മനുഷ്യബന്ധങ്ങളുടെ മധ്യേ എന്തു വരുന്നു? പണം കടന്നു വരുന്നു. മനുഷ്യബന്ധങ്ങളെ നിശ്ചയിക്കുന്നത് എന്താണ്? നമ്മുടെ സമ്പത്താണ്. ഈ ലോകത്തിൽ ഏറ്റവും അധികം ഈ ആങ്ഷ്യസ് ആയിട്ട് ആളുകൾ, മനഃശാസ്ത്രജ്ഞന്മാർ പറഞ്ഞത്, പണമുള്ളവരാണ് ഏറ്റവും ജീവിതത്തിൽ ഉത്കണ്ഠയുള്ളവർ. പണം ഉള്ളവരാണ് ജീവിതത്തിൽ ഏറ്റവും അധികം ഉത്കണ്ഠയുള്ളവർ. രണ്ടാമത്, പണമുള്ളവരാണ് മനുഷ്യബന്ധങ്ങളിൽ ഏറ്റവും മോശമായിട്ടുള്ളവർ. കാരണം പണം ഉണ്ടാകും തോറും നാം ബന്ധങ്ങൾ എന്തു ചെയ്യുന്നു? മുറിച്ചിടാൻ ശ്രമിക്കും. കാരണം നമുക്ക് പേടിയാണ്. ബന്ധങ്ങൾ നിലനിർത്തിയാൽ നാം കൂട്ടിവെച്ചത് കൊടുക്കേണ്ടി വരുമോ? അവർക്ക് പങ്കിടേണ്ടി വരുമോ? അവർക്ക് അത് സംഭാവന ചെയ്യേണ്ടി വരുമോ? അല്ലെങ്കിൽ അവർ നമ്മളോട് ചോദിക്കുമോ? അല്ലെങ്കിൽ അവർ നമ്മിൽ നിന്ന് കവർന്നെടുക്കുമോ എന്നുള്ള ഒരു ചിന്ത നമ്മുടെ ഉള്ളിലോട്ട് വരും. ദ്രവ്യാഗ്രഹം നമ്മുടെ ദൈവവുമായിട്ടുള്ള ബന്ധത്തെ ഹനിക്കുന്നു. അതേസമയത്ത് ദ്രവ്യാഗ്രഹം എന്ത് ചെയ്യുന്നു? നമുക്ക് മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധത്തെയും അത് ഹനിക്കുന്നു. മനസ്സിലാക്കേണ്ട കാര്യം, ഇതിൻ്റെ അവസാനത്തെ ഭാഗത്തേക്ക് വരികയാണ്. മനസ്സിലാക്കേണ്ട വിഷയം, ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത്, നാം ഈ കഷ്ടപ്പെടുന്നത്, വർക്കിംഗ് ടു ഹാർഡ്, കഷ്ടപ്പെടുന്നു, പ്രാർത്ഥിക്കുന്നത്, ഇതൊക്കെ നമ്മെ ദൈവത്തിൽ നിന്ന് മാറ്റി നിർത്താനാണോ? ഞാൻ വീണ്ടും അതൊന്ന് വിശദീകരിക്കാം. ചിലരെനിക്കറിയാം, അനേക മണിക്കൂറുകൾ പ്രാർത്ഥിക്കുന്നവരാണ്. 20 ദിവസം, 21 ദിവസം, 40 ദിവസം ഉപവസിക്കും. ഉപവസിക്കുന്നത് എന്തിനാണെന്നറിയാമോ? ഉപവസിക്കുന്നത് എന്തിനാ? കൂടുതൽ ഉണ്ടാക്കാൻ. മക്കൾ യാത്ര ചെയ്യുന്നു, പേടിയാണ്, അപകടം വരരുത്. ഭർത്താവ് സ്കൂട്ടറിലാണ് പോകുന്നത് ഓഫീസിൽ, അതുകൊണ്ട് തിരിച്ചു വരുന്നവരെ ദൈവം ചെയ്യണം, പ്രൊട്ടക്റ്റ് ചെയ്യണം. പിന്നെ സമ്പത്തൊക്കെ ഉണ്ട്, അതാരും ഒന്നും എടുത്തുകൊണ്ട് വരരുത്. ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുക. പലപ്പോഴും പ്രാർത്ഥന തന്നെ നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റാം. എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നതിനുള്ള അടിസ്ഥാനത്തിൽ, നാം എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നതെന്നുള്ള അടിസ്ഥാനത്തിൽ ഈ പ്രാർത്ഥന തന്നെ നമ്മൾ എന്തു ചെയ്യാം?
ദൈവത്തിൽ നിന്ന് അകറ്റാം. ഞാൻ പറഞ്ഞ നിങ്ങൾ സമ്മതിക്കുന്ന കാര്യമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം പ്രാർത്ഥിക്കുന്നത് എന്തിനു വേണ്ടിയാ? കൂടുതൽ ഉണ്ടാക്കാനാണ്. പ്രാർത്ഥിക്കുന്നത് കൂടുതൽ ഉണ്ടാക്കാനാണ്. പക്ഷേ എനിക്കുള്ളതെല്ലാം ദൈവത്തിൽ നിന്നാണെന്നും എനിക്ക് ഉള്ളതെല്ലാം ദൈവം തന്നിട്ടുണ്ടെന്നും എനിക്ക് ഉള്ളതെല്ലാം ദൈവം ആഗ്രഹിക്കുന്ന പോലെ ചെലവിടാനാണ് എന്ന് ചിന്തിക്കുന്ന ഒരാൾക്ക് ഈ വിഷയത്തിൽ ദൈവത്തെ പ്രാർത്ഥിക്കേണ്ട വിഷയമില്ല. കാരണം ദൈവത്തിൻ്റേത് ദൈവം എന്തു ചെയ്യും? പ്രൊട്ടക്റ്റ് ചെയ്തോളും. ദൈവത്തിന് വേണ്ടത് ദൈവം എന്തു ചെയ്യും? നമ്മെ ഏൽപ്പിച്ചിരിക്കും. നമ്മെ ഏൽപ്പിച്ചതിൽ കൂടുതൽ ദൈവം ചെയ്യുന്നില്ല. അതുകൊണ്ട് നാം ഈ പണത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. സത്യം പറഞ്ഞാൽ അതിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. പണം ആരുടെയാണ് എന്നുള്ളൊരു തോന്നൽ നമുക്ക് വേണം. ഇതാ ഓണർഷിപ്പ് ഓഫ് മണി. നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന പണം, ആ പണത്തിൻ്റെ ഓണർ ആരാണ്? നമുക്ക് ലഭിച്ചിരിക്കുന്നതായ ഭൗതിക അനുഗ്രഹങ്ങൾ ആർക്കാണ് അതിൻ്റെ ഇത് ഉടമസ്ഥാവകാശമെന്ന് നാം നിശ്ചയിച്ച് കഴിയുമ്പോൾ പിന്നെന്ത് വരുന്നില്ല? ചില പ്രാർത്ഥനയുടെ ആവശ്യമില്ല. ആ ഒരു ട്രസ്റ്റാണ് പറയുന്നത്. അതായത് അങ്ങനെ ദൈവത്തിൽ എന്ത് ചെയ്യാൻ കഴിയണം? ആശ്രയിക്കാൻ കഴിയണം. എപ്പോഴെങ്കിലും നാം വീട് പൂട്ടാൻ മറന്നുവോ എന്നൊരു തോന്നൽ നമ്മുടെ ഉള്ളിലുണ്ടായാൽ അതിനെക്കുറിച്ച് നമുക്ക് വിഷമിക്കേണ്ട കാര്യമില്ല. എന്താണെന്നറിയാം, കാരണം അതുകൊണ്ട് വീട് പൂട്ടാതെ ആരും നടക്കല്ലേ. അതെല്ലാം പറഞ്ഞ് അബദ്ധവശാൽ വീട് പൂട്ടിയോ ഇല്ലയോ എന്നൊരു ചിന്ത വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെക്കുറിച്ച് വിഷമിക്കേണ്ട കാര്യമില്ല. എങ്ങനെയാണെങ്കിൽ എൻ്റെ വീട് ദൈവം തന്നതാണെന്നും ദൈവം തന്നത് ദൈവം സംരക്ഷിക്കുമെന്നും പോയാൽ ദൈവത്തിന് പോയി എന്നും ഉള്ള എളിയ ഒരു ചിന്ത, താഴ്മ, സിംപ്ലിസിറ്റി ഓഫ് ഹാർട്ട്. നമ്മുടെ ഹൃദയത്തിൻ്റെ ഒരു എളിമയുണ്ട്. ആ ഒരു അവസ്ഥ വരുന്ന അവസരത്തിൽ നമ്മൾ എന്ത് ചെയ്യും? അങ്ങനെ ഒരു ചിന്ത പിശാചി ഉള്ളിൽ കൊണ്ടുവന്നാലും നമ്മൾ എന്ത് ചെയ്യും? സുഖമായിട്ട് വചനം കേട്ട് ദൈവത്തെ ആരാധിച്ച് സന്തോഷിച്ച് വീട്ടിൽ പോകും. വീട്ടിലാരും കയറി കാണത്തില്ല, തുറന്നിട്ടിരിക്കുകയാണെങ്കിൽ പോലും. ഇതാണ് ഈ ഗ്രീഡും ട്രസ്റ്റും തമ്മിലുള്ള വ്യത്യാസം. പക്ഷെ ദൈവത്തിൽ ട്രസ്റ്റ് ചെയ്യാത്തവൻ, ദൈവത്തിൽ വിശ്വാസമില്ലാത്തവൻ, ദൈവത്തിൽ ആശ്രയബോധമില്ലാത്തവർക്ക് എപ്പോഴും പേടിച്ചിരിക്കണം. ഉള്ളത് പോരാ എന്നുള്ളൊരു തോന്നൽ അവരുടെ ഉള്ളിലുണ്ടാകും. ഇത് പോരാ, ഇതിൽ കൂടുതലുണ്ടായാലും എന്തു ചെയ്യുള്ളൂ? എനിക്ക് മതിയാവുകയുള്ളൂ. ഇതിൽ കൂടുതലുണ്ടായാലേ എനിക്ക് എൻ്റെ ജീവിതത്തെ ഭദ്രമാക്കാൻ കഴിയുകയുള്ളൂ. ഈ പണം അതുകൊണ്ടാണ് പലരും എന്ത് ചെയ്യുന്നത്? കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നത്. ഇതുകൊണ്ടാണ് പലരും കഷ്ടപ്പെട്ട് സമ്പാദിക്കുന്നത്. പക്ഷെ ജീവിതത്തിൽ എന്ത് ചെയ്യുന്നില്ല? ഒരിക്കലും സമ്പാദിച്ചത് അനുഭവിക്കുവാനായിട്ട് കഴിയുന്നില്ല. ഈ മനുഷ്യന് പറ്റിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവനുള്ളത് പോരാ, ഇനിയും വേണം. ഈ സമ്പാദിക്കുന്നത് തെറ്റാണോ? അല്ല, സമ്പാദിക്കുന്നത് തെറ്റല്ല. കാൽവിനാണെന്ന് തോന്നുന്നു ഇങ്ങനെ പറഞ്ഞ് ഏൺ ഓൾ ദാറ്റ് യു ക്യാൻ, സേവ് ഓൾ യു ക്യാൻ ആൻഡ് ഗീവ് ഓൾ യു ക്യാൻ. നിങ്ങളെക്കൊണ്ട് എത്ര കാശ് ഉണ്ടാക്കാൻ പറ്റുമോ അത്രയും കാശ് ഉണ്ടാക്കിക്കോ. എത്ര കാശ് സമ്പാദിക്കാൻ പറ്റുമോ അതെല്ലാം സമ്പാദിച്ചോ. എത്ര കാശ് കൊടുക്കാൻ പറ്റുമോ അതെല്ലാം ദാനവും ചെയ്തു എന്ന്. അതാ സിംപ്ലിസിറ്റി ഓഫ് ഹാർട്ട്, ഹൃദയത്തിൻ്റെ താഴ്മ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ഒരു താഴ്മ സമ്പന്നതയുടെ മധ്യത്തിൽ നമുക്ക് ഉണ്ടാക്കാം എന്നാണ് ദൈവം നമ്മെ പഠിപ്പിക്കുന്നത്. ദൈവത്തിനെ പഠിപ്പിക്കുന്നത് എന്താണ്? എല്ലാ സമ്പന്നതയുടെ മധ്യത്തിൽ നമുക്കെന്തുണ്ടാകാൻ സാധിക്കും? ഈ ഹൃദയത്തിൻ്റെ സിംപ്ലിസിറ്റി. പണത്തെ എവിടേക്ക് മാറ്റാൻ കഴിയും? നമ്മുടെ മുന്നിലുള്ള പണത്തെ, സമ്പത്തിനെ നമുക്ക് എവിടേക്ക് മാറ്റാൻ കഴിയും? നമ്മൾ പിന്നിലോട്ട് തള്ളാൻ കഴിയും. തള്ളാൻ കഴിയുന്ന അവസരത്തിൽ നാമും നമ്മുടെ ദൈവവുമായിട്ടുള്ള ബന്ധം എന്താകും? വളരെ വ്യക്തമാകും, സുദൃഢമാകും. അതൊരു മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാകും. ഇതാണ് കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. സകല വിധത്തിലുള്ള ദ്രവ്യാഗ്രഹം എന്ത് ചെയ്തുകൊള്ളണം? സൂക്ഷിച്ച് ഒഴിഞ്ഞു കൊള്ളണം. നാം ചോദിക്കേണ്ട ചോദ്യം ഇതാണ്: എൻ്റെ ജീവിതത്തിൽ ദ്രവ്യാഗ്രഹം എന്താ? എനിക്ക് ഉള്ളത് മതിയോ അതോ കൂടുതൽ വേണോ? എനിക്ക് ഉള്ളതിൽ കൂടുതൽ ഇല്ലെങ്കിൽ ഞാൻ സംതൃപ്തനാണോ? എനിക്ക് ഉള്ളതിൽ കുറവുണ്ടായാൽ ഞാൻ സംതൃപ്തയാണോ? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടെത്തുമ്പോൾ നമുക്ക് ദൈവവിഷയമായി സമ്പന്നരാകാൻ കഴിയും. എനിക്ക് ഉള്ളതിൽ കൂടുതൽ വേണമോ? വേണ്ട. ഉണ്ടെങ്കിൽ
ഞാൻ അത് ദൈവത്തിൻ്റെ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുകയില്ല എന്നുള്ള ഒരവസ്ഥയിൽ വരുമ്പോഴാണ് സമ്പന്നൻ എവിടേക്ക് പോകുന്നത്? സ്വർഗത്തിലേക്ക് പോകുന്നത്. ഇല്ലെങ്കിൽ ഈ സമ്പത്ത് അവരുടെ ഹൃദയത്തിൽ എന്തായി മാറും? ഒരു വലിയ ബന്ധനമായിട്ട് എന്നേക്കും മാറുകയും ചെയ്യും.